ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഒത്തിരി ലേറ്റായി. ഇന്നലെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 12, ഇവിടുത്തെ സമയം, നാട്ടിലെ സമയം 12:30 കഴിഞ്ഞിട്ടായിരുന്നു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും നല്ല അനുഗ്രഹമായിരുന്നു സൂം മീറ്റിംഗ്, ദൈവത്തിൻ്റെ കൃപയാൽ. ഈ പകല് ഒന്നുകൂടി നിങ്ങളെ കാണുവാൻ സഹായിച്ചതിന് നന്ദി. ശബാത്ത് ഷലോം. ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പകല് ലൈവ് വന്നത് തന്നെ. അതായത് നമ്മൾ ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡിജിറ്റൽ കറൻസി എത്രയും വേഗത്തിൽ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇന്നിപ്പം ലോകത്ത് മുഴുവനും ആകമാനം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കിപ്പോൾ എല്ലാവർക്കും പേയ്മെൻറ്റുകൾ എല്ലാവരും ഫോണിലൂടെ തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. പണം എടുത്തു കൊണ്ടുപോയി ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വലിയതായിട്ട് ആരും തന്നെ. ആമോസ് ബ്രദറെ, സൂം ലിങ്ക് കിട്ടിയില്ല, നോക്കിയിരിക്കുകയായിരുന്നു. അയ്യോ ബ്രദറെ, സൂമിലെ ലിങ്ക് ഞാൻ ഇട്ടിട്ടാണ് പോയത്. നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സാരമില്ല. ഇന്ന് സൂമിന് ഞാൻ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട്, ഈ ലൈവ് കഴിഞ്ഞ് വീണ്ടും ഞാൻ സൂമിന് വരുന്നുണ്ട്. അപ്പം നമുക്ക് സൂം കാണാം. ഞാൻ ഫേസ്ബുക്കിൽ തന്നെയായിരിക്കും ലൈവ് കഴിഞ്ഞതിന് ശേഷം സൂമിൻ്റെ ലിങ്ക് കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പോൾ സൂം കയറണമെന്നുള്ളവർ ഫേസ്ബുക്കിൽ തന്നെ വീണ്ടും കയറി ഒന്ന് നോക്കുക. എൻ്റെ പേജിനകത്ത് കയറി ഞാൻ എന്തെങ്കിലും ലിങ്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും ഫേസ്ബുക്കിൽ കയറാനുള്ള. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് ഞാൻ കുറേ നാളുകളായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ കറൻസി വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അവർ ചെയ്യുന്ന പേയ്മെൻറ്റുകളെല്ലാം തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷനേ അവർ ചെയ്യുന്നുള്ളൂ. അതായത് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സകല പ്രവർത്തകർക്കും, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള എല്ലാ പ്രവർത്തകർക്കുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണല്ലോ ഈ വളർച്ച കുറവുള്ള രാജ്യങ്ങൾ. അപ്പം അവിടെയൊക്കെ ആദ്യം എത്തിച്ചു കഴിഞ്ഞാൽ ഈ വളർച്ചയുള്ള രാജ്യങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ എത്തിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവർ പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആദ്യം എന്ത് ചെയ്യും, ഈ പേയ്മെൻറ്റുകൾ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഡിജിറ്റൽ കറൻസിയിലൂടെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കറൻസി മേധാവിൻ്റെ പേരെന്ന് പറയുന്നത് അഹമ്മദ് ഹമാനി ജിബോ എന്നാണ് പേര്. ഡിജിറ്റൽ കറൻസിയുടെ മേധാവിയുടെ പേര് അഹമ്മദ് ഹമാനി ജിബോ. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ കറൻസി ലോകം മുഴുവനും വ്യാപിപ്പിക്കാനായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള എല്ലാ മേഖലകളിലേക്കും ഡിജിറ്റൽ കറൻസിയിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പലതവണയായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഡിജിറ്റൽ കറൻസിയിലൂടെയാണ് ഇനി തന്നെ ലോകത്ത് മുഴുവനും എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെ 100% എന്താ പറയുന്നത്, ദീപ ഓക്കെ 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 ചെല ഗിദ്ദൂഷൊക്കെ ചെയ്തിട്ട് അതൊക്കെ വന്നാൽ മതി. വില്യം ബ്രദറെ, അതെ, സുഡാപ്പിയാണ് അഹമ്മദ് ഹമാനി ജിബോ. ഞാൻ അത് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ലൈവിലേക്ക് വന്നത് തന്നെ. അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങളോട് ഡീറ്റെയിലായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർ കുറച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ലോകം മുഴുവനും വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇരു കൈകളോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ കറൻസിയെ സ്വീകരിക്കുന്നത് തന്നെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ട്രാൻസാക്ഷൻ എളുപ്പമാണ്, പിന്നെ അഴിമതികളൊന്നും അങ്ങനെയൊന്നും ഡിജിറ്റൽ കറൻസിയിലൂടെ നടക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം എന്നൊക്കെയുള്ള പേരിൽ ഈ ടെക്നോളജിയെ ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ ഈ സ്വീകരിക്കുന്ന ഈ ജനം
അറിയുന്നില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയൊരു പാര വയ്ക്കുകയാണ് മനുഷ്യർക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ടെലവിയിൽ പോയിരുന്നല്ലേ. ടെലവിയിൽ പോയിരുന്ന സമയത്ത് അവിടെ വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. ഈ വെൻഡിങ് മെഷീനകത്ത് ഒരു ഭാഗത്ത് കോളയും മറ്റ് പാനീയങ്ങളും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു, മറുഭാഗത്ത് ഐസ്ക്രീമൊക്കെയാണ് മറുഭാഗത്തിരിക്കുന്ന വെൻഡിങ് മെഷീനകത്ത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐസ്ക്രീം 12 ഷെക്കേൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, 44 അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ട് 12 ഷെക്കേൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ ഐസ്ക്രീം വന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ചൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ നമുക്ക് റിട്ടേൺ പൈസ വരും. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചു ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നു, എൻ്റെ പൈസ വരുന്നില്ല 12 ഷെക്കേൽ. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയി. ഞാൻ എന്നിട്ട് പിന്നെയും എന്ത് ചെയ്തു, പിന്നെയും പുഷ് ചെയ്തിട്ട് ചവിട്ടുന്നു, ഇടിക്കുന്നു, എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രംപ്, ഞാൻ പറയാം, അതിനുത്തരം പറയാം. അപ്പോൾ ഞാനിങ്ങനെ ചവിട്ടുന്നു, ഇടിക്കുന്നു, പുറത്തേക്ക് എങ്ങനെയെങ്കിലും ആ പൈസ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല, ആ പൈസ പുറത്തേക്ക് വന്നില്ല. അപ്പോൾ പിന്നെ എഴുതി കാണിക്കുന്നു 3 ഷെക്കേൽ, നിങ്ങൾ 9 ഷെക്കേലേ ഇട്ടിട്ടുള്ളൂ, ഇനി 3 ഷെക്കേൽ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു 12 എന്തായാലും പോയി, ഇനി എന്ത് ചെയ്യാം, ഒരു 3 ഷെക്കേലല്ലേ, വെറുതെ 9 ഷെക്കേൽ കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ 3 ഷെക്കേൽ കൂടി അങ്ങ് കൊടുത്തു എൻ്റെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് തരുന്നില്ല ഐസ്ക്രീം. 15 ഷെക്കേൽ സ്വാഹ എൻ്റെ കയ്യിൽ നിന്ന്. എനിക്കങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ഞാൻ അങ്ങ് മെഷീനകത്ത് ഒറ്റ ചവിട്ടും ഒക്കെ ഞാൻ അങ്ങ് കൊടുത്തു. പിന്നെ അവിടെ വയ്ക്കുന്നവരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ, മെഷീനടുത്ത് പോയിട്ട് എന്നാ പറയാനാ, മിഷീനെ എൻ്റെ പൈസ താ മിഷീനെ എന്നൊക്കെ പറഞ്ഞ മെഷീൻ തരുമോ പൈസ? മെഷീൻ തരത്തില്ല. നമ്മൾ വിശ്വസിച്ച മെഷീനാണ്. ഞാൻ ഈ മെഷീനെ കുറിച്ച് അന്നും പറഞ്ഞു, കണ്ടോ മെഷീനൊക്കെ കൃത്യമായിട്ട് പൈസ എണ്ണി തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യത്തോടെ പറഞ്ഞ മെഷീനാണ്. മെഷീൻ നമ്മളെ പറ്റിച്ചു, പൈസ തന്നില്ല. എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട്. അപ്പം യാക്കോവിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, യാക്കോവെ എൻ്റെ 15 ഷെക്കേൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറ. അതെപ്പോഴും ഇങ്ങനെയേ പറയത്തുള്ളൂ. എന്ത് നഷ്ടത്തിനും എന്ത് ലാഭത്തിനും അതിന് ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് പറഞ്ഞു ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിപ്പോൾ സാധനം കിട്ടിയിട്ട് അപ്പം പറഞ്ഞു എനിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ വാങ്ങിച്ചിട്ട് വഴി വെച്ച് മറന്ന് അതൊരു കസേരയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ വെച്ച് ഞാൻ മറന്ന് ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ എനിക്ക് നഷ്ടമായില്ലേ, അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നീ സാധനമെങ്കിലും വാങ്ങിച്ചെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം. ഞാൻ സാധനം വാങ്ങിച്ചത് പോലും ഇല്ല. വാങ്ങിച്ചിട്ട് നിലത്ത് വീണ് പോയിരുന്നെങ്കിൽ പോലും എനിക്കൊരു ആശ്വാസം കണ്ടേനെ. ഇതെൻ്റെ 15 ഷെക്കേൽ സ്വാഹയായത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അവ പറഞ്ഞു, ഓക്കെ വിഷമിക്കേണ്ട, ഞാൻ വരുമ്പോഴത്തേക്കും ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് എന്ത് ചെയ്ത് എങ്ങനെയോ എന്നെ ആശ്വസിപ്പിച്ചത്. പക്ഷെ ഞാനത് പറയാൻ കാരണം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ പരമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരമായിട്ട് ഈ മെഷീൻസ് ഇതെല്ലാം തന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ, അതായത് നമുക്കൊരിക്കലും ഇനി ഇത് ദൈവം എനിക്ക് കാണിച്ചു തന്നതിൻ്റെ ഒരു തെളിവാണ്. അതായത് നമുക്കൊരു മനുഷ്യനാണ് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യനാ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പറയാം, നമുക്ക് പോയിട്ട് നമ്മുടെ 15 ഷെക്കേൽ നഷ്ടമായെങ്കിൽ പറയും, എൻ്റെ 15 ഷെക്കേൽ നഷ്ടമായി, നിങ്ങൾ സാധനം തന്നില്ല, മര്യാദയ്ക്ക് സാധനം എന്താ എന്ന് ചോദിച്ചു മേടിക്കാം. മനസ്സിലായോ? പക്ഷേ ഇതൊരു മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ മൽപ്പിടുത്തം നടത്തിയിട്ടും അത് തന്നെയാണ് ജയിച്ചത്. നമ്മൾ തോറ്റു. കാരണം എന്തുകൊണ്ടാ? അത് മെഷീനാണ്. അതിനോട് പറഞ്ഞിരിക്കുന്ന രീതിക്കനുസരിച്ച് അത് ചെയ്യുകയാണ്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അത് സഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളാണ് അവിടെ കിടന്ന് എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഷൈനി പോള് പറയാമോളെ, പറയാം. ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. നമ്മളാണ് കിടന്ന് എന്ത് ചെയ്തത്, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും സഹിക്കേണ്ടി വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുഖേനയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേർ ഇതിനകത്ത് പിടിച്ചു നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് പിടിച്ചു നിൽക്കും? നിങ്ങൾ
എനിക്ക് മനസ്സിലാകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ, നിങ്ങൾക്കൊരു എന്തുവാ പൈസ ട്രാൻസാക്ഷനോ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിലും അത് പറയുന്ന രീതികളെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ബാങ്കിലേക്ക് നിങ്ങൾക്കൊരാൾക്ക് ഒരു 1000 രൂപ സെൻഡ് ചെയ്യണം. 1000 രൂപ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ നിന്നുമാണ് അത് സെൻഡ് ആകുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കീഴിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതേ രീതിക്ക് നിങ്ങൾ സെൻഡ് ആയില്ലെങ്കിൽ പണം പോകില്ല. അപ്പോൾ നിങ്ങൾ കിടന്ന് ആരോട് നിലവിളിക്കും? നിങ്ങൾ ആരോടും നിലവിളിക്കത്തില്ല. കസ്റ്റമർ കെയറിൽ അങ്ങ് വിളിക്കും. കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഫോൺ നമ്പർ പോലും നിങ്ങൾക്ക് തരത്തില്ല. ഒരു കോൾ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഉണ്ടാകത്തില്ല കസ്റ്റമർ കെയറിൽ. പിന്നെയോ ഒരു ഹാഷ് ഇട്ടോ ഒരു സ്റ്റാർ ഇട്ടോ ചില നമ്പറുകൾ തന്നിട്ട് ആ നമ്പർ വഴി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ആ കോളുകൾ നിങ്ങളുടെ ഇലക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതാനോ നിങ്ങളുടെ വിഷമങ്ങൾ പറയാനോ ഒരു തരത്തിലും നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടിമകളാകുകയാണ്, അടിമപ്പെടുത്താൻ നോക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അത് എന്തു പറയുന്നുവോ അത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? Your face will be your passport in near future in UA. കണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരിക്കലും പോയിട്ട് ഇനി നിങ്ങൾക്ക് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് പണ ഇടപാടുകൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കാൻ പോലും ഒരു വ്യക്തിയുടെ നമ്പർ കിട്ടില്ല. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ പൈസ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അതിനുള്ള പരിഹാരം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വ്യക്തിയെപ്പോലും വിളിക്കാൻ പറ്റില്ല. ഈ ഒരു അപകടത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോഴൊക്കെ നോർമലി ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിനെ ബന്ധപ്പെടുന്നു, ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കസ്റ്റമർ കെയറിനെ ആളെ വെച്ചിട്ടുണ്ട്, അവരെ നമ്മൾ ബന്ധപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഓക്കെ മാഡം പരിഹരിക്കാം മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് അവർ കയറി അവരെന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഇവർ കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് കോളിംഗ് ആയിരിക്കും. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അത് എടുക്കുന്നത് പോലും ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും, ഒരു മനുഷ്യനത് എടുക്കില്ല ആ കോള്. അപ്പോൾ അതിനോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഉത്തരമേ അത് നിങ്ങളോട് പറയത്തുള്ളൂ. നിങ്ങൾ പറയുന്ന ഉത്തരം അത് കേൾക്കില്ല. അതിന്റെ ഉത്തരവും അതിന്റെ ഫീച്ചേഴ്സും അത് പറയും, അതിന്റെ ഇൻസ്ട്രക്ഷനും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പെട്ടുപോകും. സകല മനുഷ്യരെയും പെടുത്താൻ പോവുകയാണ്. അതായത് സാധാരണക്കാരനെയും വലിയവനെയും ചെറിയവനെയും പണമുള്ളവനെയും പണമില്ലാത്തവനെയും ദരിദ്രനെയും സമ്പന്നനെയും രോഗിയെയും അനാരോഗ്യയെയും കുഞ്ഞിനെയും വലിയവനെയും ഒക്കെ എല്ലാവരെയും പെടുത്താൻ പോകുകയാണ് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ആധിപത്യം ഇവന്റെ കയ്യിലേക്ക് പോകും. ഇപ്പോൾ തന്നെ പണം എന്ന് പറയുന്ന ഒരു ജിഹാദ് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ്, ഇസ്ലാമിക് കൺട്രികളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ UAE, ഈ ഖത്തർ, അതുപോലെ ഈ കുവൈറ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് പണത്തിന് കളിക്കുകയാണ്. അവർക്ക് പണം കളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവരുടെ സമ്പത്തിൽ നിന്ന് മാത്രം ബുദ്ധിപരമായി കളിക്കുന്നതിനകത്ത് കള്ളനോട്ടുകളും വളരെയധികം സ്വന്തം രാജ്യങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് കള്ളനോട്ടുകൾ അടിക്കുന്നുണ്ട്. എന്തിനാ? ജിഹാദിന് ഫണ്ടിറക്കാൻ വേണ്ടിയിട്ട്. അവരുടെ രാജ്യത്ത് തന്നെ കള്ളനോട്ടുകൾ അവരിറക്കുകയാണ്. എന്തിന്? ജിഹാദിന് ഫണ്ടിറക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം രാജ്യങ്ങൾ പോലും ഈ കള്ളനോട്ടുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കാരണം ലോകം മുഴുവനവരുടെ ഫണ്ട് പോയി എത്തണ്ടേ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ
2030 സൗദി രാജാവാണ് ഏകലോക ഭരണത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ശരിയാണോ? സൗദി രാജാവായിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാമിക ഖിലാഫറ്റിന്റെ ഒരുത്തനായിരിക്കും. അതായത് ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയന്ത്രണങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിന്റെ നേതാവ് എന്ന് പറയുന്ന രീതിയിൽ അതൊരു രാജാവായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അവനൊരു എന്താ പറയുന്ന രാജകുടുംബത്തിൽ നിന്നും വരാൻ സാധ്യതയില്ല. അവൻ ജിഹാദിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നവനും അതുപോലെ ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തെ ഏറ്റവും അധികം അത് ഫോളോ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നവനും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരുത്തനായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അവനായിരിക്കും ഏകലോക ഭരണത്തിന്റെ നേതാവായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ക്രിപ്റ്റോ കറൻസി വന്നു കഴിഞ്ഞാൽ സകല ലോകരാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ജിസിയ പിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അയ്യോ, തീർച്ചയായിട്ടും. ജിസിയ മാത്രമല്ലല്ലോ ഇനി പിരിക്കാൻ പോകുന്നത്. ജിസിയ ഒന്നും ഇവർ പിരിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ഇവരുടെ അണ്ടറിൽ വരുമല്ലോ. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇവരുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജിസിയയുടെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അപകടകാരി, അത് അപകടകാരി തന്നെയാണ്. ആ അപകടകാരിയെ കൊണ്ടുവന്നിരിക്കുന്നത് പോലും സകല ജനങ്ങളെയും എന്ത് ചെയ്യാനാണ്? ട്രാപ്പ് ചെയ്യാനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാത്ത നാളുകൾ വരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് പിടിച്ചു നിൽക്കും? ഈ ദിവസങ്ങളെക്കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ കഷ്ടം ഉണ്ടായിട്ടില്ല, ഇനി ഇതുപോലത്തെ കഷ്ടം വരത്തുമില്ല. അമ്മാതിരി കഷ്ടമാണ് വരാൻ പോകുന്നത്. ആ ഒരു കഷ്ടത്തെ നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്ത്യാനികളെ മുഴുവനെയും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല? ഈ കർത്താവ് വരും, തന്റെ സഭയെ കൊണ്ടുപോകും, നമ്മളൊന്നും മഹോദ്രവ കാലത്തൂടെ കടന്നു പോകത്തില്ല. ബാസിൽ മാത്യു ജോഷി, ചിലർ പറയുന്നു ബരാക് ഒബാമയാണ് എന്ന്. അറിയില്ല മോനെ, ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതാരായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇസ്ലാമിക ഖിലാഫറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുത്തൻ തന്നെയായിരിക്കും. അതിന് ഒരു സംശയവും നിങ്ങൾ എനിക്ക് വെക്കണ്ട. നിങ്ങൾ ഈ പാച്ചർമാർ പറഞ്ഞതും പുരോഹിതന്മാരും പറഞ്ഞതും കേട്ടുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മണ്ടയ്ക്കായിട്ടും ഇലുമിനാറ്റുകളുടെ മണ്ടയിലോട്ടൊന്നും കയറി പോകണ്ട. നിങ്ങൾ വചനത്തെ വിശ്വസിക്കുന്നവന് അത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വചനം സത്യമാണ്. വചനം പറയുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. വചനം നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട് അതാരാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക ഖിലാഫറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരുത്തൻ തന്നെയായിരിക്കും ഏകലോക ഭരണത്തിലേക്ക് വരുന്നത്. അവർ തന്നെയായിരിക്കും ഈ ലോകത്തെ വാഴാൻ പോകുന്നത്. അവർ വാണു കഴിയുന്ന സമയത്താണ് പീഡനങ്ങളുടെ കൊടിയ പീഡനം അനുഭവിക്കാൻ പോകുന്നത്. അയ്യോ, സ്ത്രീകളും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് സ്ത്രീകളെ എടുത്തു പറയുന്നത് ഇസ്ലാമിക ജിഹാദികൾ. സ്ത്രീകൾ എന്ന് പറയുന്നവർ കേവലം ഭോഗവസ്തുവായതുകൊണ്ട് തന്നെ അവരെ അടിമക്കുപ്പായത്തിനകത്ത്, അപ്പിക്കുപ്പായത്തിനകത്ത് അവരെ ഇട്ട് ബന്ദികളാക്കി അവരെ പെടുത്താൻ പോകുന്ന പാട് നിങ്ങൾ കണ്ടാൽ അപ്പോൾ മനസ്സിലാകും. പുരുഷന്മാരും ഇവന്മാർക്ക് അടിമകൾ തന്നെയാണ്. എങ്കിലും ദൈവവചനം കൂടുതൽ സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ട്രംപ് 2030 ഏകലോക ഭരണം ഏകലോക മതം എന്ന് പറയുന്ന ഇലുമിനാറ്റി മതമാണെന്ന് പറയുന്നത് ശരിയാണ്. ഇലുമിനാറ്റി മതമൊന്നുമല്ല. ഇലുമിനാറ്റികൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു റോളും ഇല്ല പൊന്നുമോനെ. ഇവിടെ ഒരു റോളും ഇലുമിനാറ്റികൾക്കില്ല. ഇലുമിനാറ്റികളുടെ ഉള്ള ആകെ റോളെന്ന് പറയുന്നത് ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടിയിട്ട്, ഇസ്ലാമിക ഖിലാഫറ്റിന് വേണ്ടിയിട്ട് ഭരണത്തെ ഒരുക്കി സജ്ജമാക്കി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടന മാത്രമാണ് ഇലുമിനാറ്റികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇലുമിനാറ്റികൾ എന്ന് പറയുന്ന ഇവർക്കൊന്നും വലിയ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അവർക്ക് ലോകത്തെ ഭയപ്പെടുത്തുവാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും അങ്ങനെയൊന്നുമില്ല. ഈ ലോകത്തെ ഭയപ്പെടുത്തി ഇപ്പൊ ഒരു ഏകാധിപതി ഭരണം വരണമെങ്കിൽ അത് ഹിറ്റ്ലറെ പോലെ ഒരുത്തനായിരിക്കണം. അപ്പോൾ ഹിറ്റ്ലറെ പോലുള്ള ഒരുത്തിന് ഭരിക്കാനുള്ള ആ ഒരു ലോകത്തെ ഭയപ്പെടുത്താനുള്ള ഒരു കഴിവ് അവനുണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും പേർക്കും ഭയപ്പെടുത്തി അവന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ബിനി മാത്യു, ഇതാണോ അന്തിക്രിസ്തു? അന്തിക്രിസ്തു എന്നൊരു പദമില്ല. അത് കത്തോലിക്കക്കാരുടെ ബൈബിളിലൊക്കെ തെറ്റായി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്.
അത് ട്രാൻസ്ലേഷന്റെ കുഴപ്പമോ, അത് മംഗ്ലീഷിൽ എഴുതിയത് കൊണ്ട് ആന്റി ക്രൈസ്റ്റ് എന്നുള്ളതിനെ മംഗ്ലീഷിൽ എഴുതിയപ്പോൾ അന്തിക്രിസ്തു ആക്കിയതാണ്. അന്തിക്രിസ്തു എന്നൊരു ക്രിസ്തു ഇല്ല, എതിർ ക്രിസ്തു. ഓക്കെ, ഓക്കെ, ഞാൻ വിഷയത്തിലോട്ട് വരാം. അപ്പോഴത്തേക്കും ഓക്കെ, അപ്പം ഇസ്ലാമിക ഖിലാഫറ്റിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സംഘടന മാത്രമാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഈ ലോകത്തെ കീഴ്പ്പെടുത്താനോ അവർക്ക് ഈ ലോകത്തെ ഭരിക്കാനോ, വാക്സിന് പിന്നിൽ ഇലുമിനാറ്റിയാണ്, സജി PN. അതാ ഞാൻ പറയുന്നത്, ഈ വാക്സിന്റെയൊക്കെ പിന്നിൽ ഇലുമിനാറ്റികളാണ്. ഈ ഇലുമിനാറ്റികളിലൂടെ ഇത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ഈ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ജിഹാദികളായിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നീട്. കാരണം ഇതെല്ലാം ഇവരൊരുക്കി സജ്ജമാക്കി വെച്ച് ഇവരുടെ കൈകളിലേക്ക് കൊടുക്കും. പിന്നെ അതെല്ലാം വെച്ചുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും ഇവരാണ്. ഇവർ തന്നെയായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. എടുത്ത് കളയത്തൊന്നുമില്ല അതൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ കറൻസിയുടെ ടീം മേധാവി ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഇപ്പൊ എല്ലാവർക്കും ഡിജിറ്റൽ കറൻസി വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, പണം ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന തീരുമാനമെടുത്തിരിക്കുകയാണ്, ഇനി പണയിടപാടുകൾ എല്ലാവർക്കും പേയ്മെന്റ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ കറൻസിയുടെ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അവര് നോക്കിക്കൊണ്ടേ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്ന് പറയുന്നത് എന്താണ് ഡിജിറ്റൽ കറൻസി എന്ന് പോലും അറിയാത്ത ജനങ്ങളാണ്. എന്നിട്ട് പോലും അവരുടെ ഇടയിലേക്ക് ഈ ഡിജിറ്റൽ കറൻസിയെ കൊണ്ടെത്തിക്കുന്നത് വലിയവനെന്നും ചെറിയവനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും. ഇപ്പൊ അറിവുള്ളവന്റെ അടുത്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെയൊക്കെ രാജ്യങ്ങൾ വികസന രാജ്യമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ എന്താ പറയുന്ന വളർച്ചയില്ലാതെ കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് ആദ്യം അവർ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന്റെ മേധാവി ആരാണ്? ഡിജിറ്റൽ കറൻസിയുടെ ടീം മേധാവി എന്ന് പറയുന്നത് തന്നെ അഹമ്മദ് ഹമാനി ജിബോ എന്ന് പറയുന്ന ഒരുത്തനാണ്. അതും ഇസ്ലാമിൽപ്പെട്ടവൻ തന്നെയാണ് അതിന്റെ മേധാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി കൈകാര്യം ചെയ്യുന്നതും ഇവന്മാര് തന്നെയായിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൈകാര്യം ചെയ്യുന്നതും ഇവന്മാര് തന്നെയായിരിക്കും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിക്കോണേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ലോകത്തേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു AI റോബോട്ടിനെ ആദ്യമായി ഉണ്ടാക്കിയത് പോലും സൗദി അറേബ്യയാണ്. അവർക്ക് വേണ്ടിയിട്ട് അതിനവർ മുഹമ്മദ് എന്ന് പേര് പോലും ഇട്ടിട്ടുണ്ട്. അതിന്റെ തനി സ്വഭാവമാണ്, കയ്യിലിരിപ്പാണല്ലോ കാണിച്ചത്, അവതാരികയുടെ ചന്തിക്ക് കയറി പിടിച്ചത് അതിന്റെ സ്വഭാവം. അവന് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോഴേ അതിന്റെ തനി സ്വഭാവം, തനി ഗുണം കാണിച്ചു. കണ്ണാ ലഡ്ഡു തിന്ന ആസയാ എന്ന് പറഞ്ഞുകൊണ്ട് അവതാരികയുടെ ചന്തി കണ്ടപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടിരിക്കുന്ന ആ റോബോട്ടിന് പോലും അവതാരികയുടെ ചന്തിക്ക് പിടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആത്മാവിന്റെ വീര്യം എത്രമാത്രമാണ് ചിന്തിച്ചു നോക്കി. ഇവൻ ജീവനോടിരുന്ന സമയത്ത് അപ്പൊ എന്തായിരുന്നു കാണും ഇവന്റെ അവസ്ഥ? കാണുന്ന പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പോലും ഈ സ്ത്രീകളുടെ അവതാരികളുടെ ചന്തിക്കേറി പിടിക്കാൻ തോന്നിയപ്പം അവൻ ജീവനോടിരുന്ന സമയത്തുള്ള അവന്റെ ബുദ്ധിയെ അതുപോലും കാണിച്ചു കണ്ടില്ലേ? അതാണ് ആ പേരിന്റെ ക്വാളിറ്റി. ആ പേര് ആർക്കിട്ടിട്ടുണ്ടോ അതോടുകൂടി ആ പേരിട്ടവനെല്ലാം തന്നെ ആ ഗുണങ്ങളെല്ലാം ഫോളോ ചെയ്യും, അത് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ കൂടുതലും എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുന്നതെല്ലാം ഈ തെറി ജിഹാദ് എന്ന് പറയുന്ന ജിഹാദ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നവനെല്ലാം ഈ ഒരു തരത്തിലുള്ളൊരു പേരുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ടാ? ഒന്നിൽ അവൻ്റെ തന്തയുടെ പേര് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉപ്പുപ്പായുടെ പേര് കാണും, ഇല്ലെങ്കിൽ അവൻ്റെ പേര് കാണും. ഇതിനകത്ത് എന്നെ തെറി ജിഹാദ് നടത്താൻ വേണ്ടി വരുന്നവന്മാരുടെയൊക്കെ പേരുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു എന്താ പറയുന്നത്, ഈ ലോകത്ത് ടെക്നോളജി പരമായിട്ട് ലോകം വരുമ്പോ തന്നെ ചാടി വീണ് അതിനാദ്യം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളാണ്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അതിന്റെ നല്ല വശവും അറിയില്ല, ചീത്ത വശവും അറിയത്തില്ല. എന്ത് തന്നാലും നമ്മൾ വാങ്ങി. കാരണം കാട്ടുകഴുതകൾക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ. കാട്ടുകഴുതകൾക്ക് സ്വയമായിട്ട് ഒരു കഴിവുമില്ലാത്തത് കൊണ്ട് തന്നെ ലോകത്തിന്റെ കഴിവുകളെ മുഴുവനെയും അവരുടെ ജിഹാദിനു വേണ്ടി അവരെന്ത് ചെയ്യുകയാണ്? കൈക്കൊള്ളുകയാണ്. ലോകത്തിന്റെ കഴിവുകളെ മുഴുവനെയും അവരുടെ ജിഹാദ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് അവരുടെ എന്താ പറയുന്നത്, ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും ശരി അവരുടെ ജിഹാദിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തും. യൂട്യൂബ് ആണെങ്കിലും ശരി അവരുടെ ജിഹാദിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തും. സിനിമ ഫീൽഡാ നോക്കിക്കേ, അവരുടെ ജിഹാദിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ
എന്തുവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യങ്ങൾ നോക്കി അവരുടെ ജിഹാദിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഡിജിറ്റൽ കറൻസി നോക്കി അവരുടെ ജിഹാദിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, എവിടെ റെയിൻകുട്ടി എന്താടാ ചെറ്റേ? നീ തെണ്ടി നടക്കുന്നതിന് ബാക്കിയുള്ളവർ വല്ലതും പഴിച്ചോ? നിന്റെ അമ്മ തെണ്ടി നടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ വല്ലതും പിഴച്ചോടാ ചെറ്റേ? റെയിൻകുട്ടി എടാ കഴിവേറി. നിന്റെ അമ്മ തെണ്ടി നടക്കുന്നുണ്ടെങ്കിലേ അവളോട് പോയി പറഞ്ഞ് മോങ്ങിക്കോ. പറഞ്ഞ മനസ്സിലായടാ ചെറ്റേ? എന്റെ പേജിനകത്ത് കയറി വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. കൊറോണ അടിച്ചു പൊളിക്കും ചെറ്റേ. നീ ഏത് പ്രായത്തിലുള്ളവനാണെങ്കിലും ആരാണെങ്കിലും. പറഞ്ഞ മനസ്സിലായോടാ? പിഴച്ചുണ്ടായവനെ, നിന്റെ തള്ള കണ്ടവന്മാരുടെ കൂടെ കിടന്ന് തെണ്ടി നിന്നെ ഉണ്ടാക്കിയിട്ട് നിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടല്ല. അത് നിന്റെ തള്ളയോട് പോയി തീർക്കണം. എന്നിട്ട് പറയണം, തള്ളയെ നീ എവന്റെ കൂടെ കിടന്ന് തെണ്ടിയായി എന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പോയി അവളോട് പോയിരുന്നിട്ട് വേണം കരയാനായിട്ട്. എന്നോടല്ലടാ ചെറ്റേ വന്ന് കരയേണ്ടത് നീ. പറഞ്ഞ മനസ്സിലായോടാ? നിന്റെ തള്ള തെണ്ടി ഉണ്ടാക്കി നിന്നെ തെണ്ടി തിരിഞ്ഞ് വല്ലവന്റെ കൂടെ കിടന്ന് ഉണ്ടാക്കിയതിന്റെ ചോർച്ചൽ തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടില്ല. അത് അവളോട് പോയിട്ട് വേണം തീർക്കാനായിട്ട്. ചെറ്റയ്ക്കുണ്ടായവനെ അവന്റെ സോക്കേട് തീർക്കാനായിട്ട് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത് കൊള്ളാം. നിന്റെയൊക്കെ സോക്കേട് തീർക്കേണ്ടിടത്തുവേ തീർക്കുമ്പോൾ ശരിയായിക്കോളും. നിനക്കൊക്കെ തരാനായിട്ട് ഒരുത്തനും ഇല്ലാത്തത് കൊണ്ടാണ് നിനക്കൊക്കെ ഭയങ്കര വിളച്ചല്. സോഷ്യൽ മീഡിയക്കകത്ത് കയറി നിന്റെയൊക്കെ തോന്നിവാസവും ചെറ്റത്തരവും നിനക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കണം എന്റെ പേജിൽ നിന്ന്. ഏതവനാണെങ്കിലും കുണ്ടം ഇറങ്ങിയിരിക്കുക അവൻ സോഷ്യൽ മീഡിയക്കകത്ത്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മാരുടെ വിചാരം എന്ന് പറയുന്നത് ഞങ്ങളങ്ങ് എന്തുവാ കമന്റ് എഴുതാനായിട്ട് കമന്റ് ബോക്സ് ഇരിക്കുന്നത് കൊണ്ട് 10 അങ്ങ് തെറിയങ്ങ് പറഞ്ഞേക്കാം, 10 ആഭാസം അങ്ങ് പറഞ്ഞേക്കാം. നമുക്ക് തോന്നിയത് അങ്ങ് പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ അങ്ങ് ഇകഴ്ത്തി കാണിച്ചങ്ങ് സംസാരിച്ചേക്കാം. അപ്പം നമ്മൾ എന്തോ വലിയ ആനക്കാരി ആളാണെന്നുള്ളത് കാരണം അടിച്ചു പൊളിക്കും ചെറ്റേ. നീയൊക്കെ സോഷ്യൽ മീഡിയ പേജിനകത്ത് കയറിയിട്ട് കമന്റ് ബോക്സിനകത്ത് കയറി നിന്റെയൊക്കെ വേലത്തരം കാണിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാ പറഞ്ഞ മനസ്സിലായോ? ചോദിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല, ആരും പറയത്തില്ല. ആരും ഒരിക്കലും ഒന്നും ചോദിക്കത്തില്ല, ആരും ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം ജിഹാദിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തെറി ജിഹാദ്. നിങ്ങളുടെ പല ജിഹാദുകളെ കണ്ടിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ. അതുപോലൊരു ജിഹാദ് തന്നെയാണ് തെറി ജിഹാദ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിന്റെയൊക്കെ തെറി ജിഹാദ് നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നിന്റെ ഉമ്മയുടെ കാലിനിടയിൽ കൊണ്ടുവച്ചാൽ നിന്റെയൊക്കെ തെറി ജിഹാദ്. അല്ലാതെ കണ്ട പെണ്ണുങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് വരുമ്പോൾ അവരുടെ അടുത്തല്ല നിന്റെയൊക്കെ തെറി ജിഹാദ് കൊണ്ടുവരേണ്ടത്. ഏറ്റവും കൂടുതൽ ഇവന്മാർ വിജയിച്ചിട്ടുള്ള ജിഹാദും തെറി ജിഹാദ് തന്നെയാണ്. അതായത് പേജ് പൂട്ടിക്കുക, സ്ത്രീകളെ ആണെങ്കിൽ സ്ത്രീകളെ തെറി വിളിച്ച് അപമാനിച്ചുകൊണ്ട് അവളുമാരുടെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, ഇല്ലെങ്കിൽ പേജുകൾ പൂട്ടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലാണെങ്കിൽ പോലും കൂട്ട ആക്രമണങ്ങൾ തെറി കൊണ്ട് ജിഹാദ് നടത്തി അവരെയൊക്കെ അങ്ങ് ഇറക്കി ഇല്ലാത്ത രീതിയിൽ ഓടിക്കുക എന്ന് പറയുന്ന റൈൻകുട്ടി അവന്റെ ഉമ്മയുടെ കാലിന്റെ ഇടയിലിരിക്കുന്ന. അതുകൊണ്ട് നിന്റെയൊക്കെ കയ്യിലിരിപ്പേ അവിടെ കയ്യിലങ്ങ് വെച്ചാൽ നിന്റെയൊക്കെ സോക്കേട് എന്റെ പേജിനകത്തോട്ട് വന്ന് തീർക്കരുത്. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. തീർക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പൊക്കി നിന്റെ ഉമ്മയുടെ കാലിന്റെ ഇടയിൽ കൊണ്ട് വെക്കും, എല്ലാം കൂടി ചേർത്ത് ചെറ്റകളെ. അങ്ങോട്ട് പറഞ്ഞേക്കുവാ. ഇവന്മാർക്ക് പിടിക്കത്തില്ല. സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. പിടിക്കാത്തവന്മാർ ഇറങ്ങിപ്പോ. എന്റെ പേജിനകത്ത് എന്തിനാ ഇരുന്ന് കാണാൻ വേണ്ടി കുത്തിയിരുന്ന് വരുന്നേ? പിടിക്കാത്തവന്മാർ കേൾക്കാനുള്ളവർ കേൾക്കും, മനസ്സിലാക്കാനുള്ളവർ മനസ്സിലാക്കും. മനസ്സിലായോ? ട്രെയിൻ കുട്ടി. അതെ, ഓക്കെ. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ബലവും നിങ്ങളുടെ ശക്തിയും ചോർത്തിക്കളയുവാൻ വേണ്ടി ഏറ്റവും നിങ്ങൾ ലവ് ജിഹാദ് എന്ന് കേട്ടിട്ടുണ്ട്.
നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹലാൽ ജിഹാദ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലാതെയുള്ള ജിഹാദ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ മണി ജിഹാദ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ, അതുപോലെ തന്നെ ഫിലിം ജിഹാദ്, സിനിമാ ജിഹാദ്, ഇതൊക്കെ പറയുന്ന കുറേ തരത്തിലുള്ള ജിഹാദുകളുണ്ട്. ഈ കൂട്ടത്തിലൊരു ജിഹാദാണ് തെറി ജിഹാദ്. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ കൂട്ടത്തിലുള്ള ഒരു ജിഹാദാണ് തെറി ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ജിഹാദും നിങ്ങളുടെ അടുക്കിലേക്കാണ് ഇവന്മാർ ഉപയോഗിക്കുന്നത്. കാരണം ക്രിസ്ത്യാനി ഇത്രയും കാലവും മിണ്ടാതെ സോഷ്യൽ മീഡിയ ഇത്രയും പ്രബലമാകുന്ന സമയത്തും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊന്നും തന്നെ ഈ സോഷ്യൽ മീഡിയകളെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തി അവന്മാരുടെ ജിഹാദിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുകയും അവന്മാരുടെ സകല പ്രൊപ്പഗണ്ടയ്ക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അവന്മാർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും രംഗത്ത് വരികയോ അതിനെതിരെ സംസാരിക്കുകയോ ഒന്നെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ തെറി ജിഹാദ് കൊണ്ടാണ് അതിനെ നേരിടുന്നത് തന്നെ. അങ്ങനെ ഇവരുടെ തെറി ജിഹാദിനെ കൊണ്ട് നേരിടുന്ന സമയത്ത് തന്നെ തിരിച്ചു മറുപടി കൊടുക്കാനായിട്ട് ആർക്കും തന്നെ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല, ഒരു ഹിന്ദുവിന് കഴിയുന്നില്ല. ഒന്നിൽ അവർ പേജുകൾ പൂട്ടിക്കൊണ്ട് ഓടുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ എടുത്തു കളയുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തിരുത്തലുകൾ വരുത്തുന്നു. ഇങ്ങനെയാണ് ഇവന്മാരുടെ ജിഹാദുകൾ നടക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇവന്മാരുടെ ജിഹാദിനെ കണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. തെറി ജിഹാദിനെ തെറി ജിഹാദായിട്ട് കണ്ട് നല്ല വൃത്തിയാണെന്ന് തിരിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ പോയിക്കോളും. അവന്മാർക്ക് മാത്രമേ തെറി പറയാൻ പറ്റത്തോളെന്നും കുത്തക അവന്മാരുടെ കീഴിലാണെന്നുള്ള ചിന്താബോധത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. തിരിച്ച് രണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിന്റെ പേരിലൊന്നും കർത്താവ് നിങ്ങളെ എടുത്തിട്ടങ്ങ് അയ്യോ നീ തെറി പറഞ്ഞോടാ, എന്താ പിന്നെ നരകത്തിൽ പോടാ എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചൊന്നും തള്ളി നരകത്തിലൊന്നും തള്ളാൻ പോണില്ല. ഈ ചെറ്റകൾക്ക് മറുപടി കൊടുക്കുന്നതിന്റെ പേരിലൊന്നും. ആയുധമായിട്ടാണ് വരുന്നതെങ്കിൽ അവനെ ആ ആയുധത്തിൽ നേരിടാൻ കൂടി പഠിച്ചിരിക്കണം നിങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? അതെ, തുപ്പൽ ജിഹാദ് പോലത്തെ വേറൊന്നാണ് തെറി ജിഹാദ്. തുപ്പൽ ജിഹാദ് എന്ന് പറയുന്നൊരു ജിഹാദ് ഉണ്ടല്ലോ. ആ കാലങ്ങളിൽ ഹലാൽ ജിഹാദിനകത്ത് തുപ്പൽ കൊണ്ട് ജിഹാദ് നടത്തുക, ആളുകളെ രോഗികളാക്കുക, മലം ജിഹാദ്, മലം കൊടുത്ത് തീറ്റിച്ച് ജിഹാദ് ചെയ്യുക. നാൻസി തോതാ മോത്തിക് തോതാ. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ തെറ്റായ രീതിയിൽ ഈ പാസ്റ്റർമാരും ഉപദേശിമാരും പുരോഹിതന്മാരും എല്ലാം നിങ്ങളെ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സൈക്കോകളെ പോലെ, ഒരു ആത്മീക സൈക്കോകളെ പോലെ ഈ ലോകത്ത് തന്നെ ദൈവത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ വളർത്തി വെച്ചിരിക്കുക. നിങ്ങൾ ക്രിസ്ത്യാനികളോട് പറ്റി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരായിത്തീരുമെന്നറിയാമോ? കേവലം ഒരു ശിഖണ്ഡികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനികളോട് പറ്റി നിൽക്കുന്നിടത്തോളം കാലം. നന്മയെ നന്മയായിട്ടും തിന്മയെ തിന്മയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ ഈ നന്മയും തിന്മയും എന്താണെന്നറിയാത്ത പൊട്ടന്മാരായിട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പൊതുസമൂഹം എന്ന് പറയുന്നത്. അതിനകത്ത് അവന്മാർ വഹിക്കുന്ന പങ്ക് കാരണം ഈ ജിഹാദികൾക്ക് ഭയങ്കരമായിട്ട് വളരാൻ പറ്റുന്നു. നിങ്ങൾ അവരുടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവന്മാരുടെ അടിമകളായി താഴെത്തട്ടിൽ നിങ്ങൾ കിടക്കുമ്പോൾ ഇവന്മാർക്ക് നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാ. മനസ്സിലായോ? ഇവന്മാർക്ക് നിങ്ങളെ അടിമയാക്കി വേഗത്തിൽ ഭരിക്കാൻ കഴിയും. അയ്യോ, അങ്ങനെയൊക്കെ വന്നാലുള്ള അവസ്ഥ ഞാൻ നിങ്ങളോട് എങ്ങനെ പറഞ്ഞു വിവരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ. ജീവനും മരണവും കൊണ്ടുള്ള പോരാട്ടമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാലഘട്ടത്തിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിട്ടതിനെ ഓർത്ത് ദൈവത്തിന് നിങ്ങൾ നന്ദി പറ. നിങ്ങൾ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്നാ ദൈവവചനം പറയുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും? എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. ധൈര്യം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടായി വരണം. പ്രതികരണശേഷിയിലൂടെയാണ് ധൈര്യം വരുന്നത്. ഒരുത്തൻ വാളെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആ വാളിനെ തടയാനുള്ള ധൈര്യം വരണമെങ്കിൽ മനസ്സ് പക്വതപ്പെടണം. മനസ്സ് പക്വതപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകളും ആഭാസത്തെയും ഇതിനെയും എല്ലാം നേരിടാനുള്ള ഉൾക്കരുത്തുള്ളവരായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിനെയൊക്കെ കണ്ടിട്ട് അയ്യോ കർത്താവേ, എന്റെ കർത്താവേ, അയ്യോ കർത്താവേ എന്നൊക്കെ പറഞ്ഞു പോകാനുള്ളവരല്ല നിങ്ങൾ. നിങ്ങൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. ഇനി ആ ലോജിക്ക് കൂടി നിങ്ങൾ ക്രിസ്ത്യാനി പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ ശരീരം എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ളതാ. നിങ്ങളുടെ എതിർഭാഗത്തൊരു ശത്രു ഇപ്പം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതലും ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ പുതിയ നിയമം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൊടുത്ത പുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിലെ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിയെ മുഴുവനെയും കൊണ്ടു നടന്ന് ഈ പാസ്റ്റർമാരും പുരോഹിതന്മാരും ശിഖണ്ഡിയാക്കിയത്. ഈ പാസ്റ്റർമാരും പുരോഹിതന്മാരും ശിഖണ്ഡിയാക്കിയത് കൊണ്ട് അവരുടെ തൽപര ആവശ്യങ്ങൾ നടന്നു പോകുന്നു. കാരണം നിങ്ങൾ ബുദ്ധിയുള്ളവരായി വളർന്നു കഴിഞ്ഞാൽ, നിങ്ങൾ തിരിച്ചു ചോദിക്കുവാനുള്ള ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ചോദിക്കുന്നത് അവിടെ നടക്കുന്ന അനീതിയായിരിക്കും, അവരുടെ ചെറ്റത്തരമായിരിക്കും, അവരുടെ വൃത്തികേടുകളായിരിക്കും. അത് നിങ്ങൾ ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മണ്ടന്മാരാക്കി, തിരിച്ചു പ്രതികരണ ശേഷിയില്ലാത്തവരാക്കി ഇവരാക്കി വെച്ചത്. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം ചോദിച്ചോളൂ, നിങ്ങളൊന്നും ചോദിക്കേണ്ട പ്രിയ സഹോദരങ്ങളെ. നിങ്ങളുടെ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സകലതും ക്ഷമിക്കുവാനും സഹിക്കുവാനും കടപ്പെട്ടവരാണ്. നീ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നിന്നോട് ക്ഷമിക്കത്തുള്ളൂ. മറ്റുള്ളവൻ നിന്നോട് എന്ത് ചെയ്യുന്നു എന്ന് നീ തിരക്കേ വേണ്ട. നീ ദൈവത്തോട് അവനോട് ക്ഷമിക്കുക, അപ്പോൾ ദൈവം നിന്നോട് ക്ഷമിച്ചുകൊള്ളും. ഇങ്ങനെ അവരെ പഠിപ്പിച്ച് ഇങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് അവന്മാർ വെച്ചിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളവരായി വളർന്നു കഴിഞ്ഞാൽ ആദ്യം അവിടെ നടക്കുന്ന കൊള്ളരുതായ്മയെ ചോദിക്കത്തുള്ളൂ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മ നടക്കുന്നത്. കർത്താവിന് വിറ്റ് കാശാക്കുന്നത്, എല്ലാ തെണ്ടിത്തരവും വൃത്തികേടുകളും കാട്ടിക്കൂട്ടുന്നത് എല്ലാം അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചോദിച്ചു പോയാലോ? അതുകൊണ്ട് നിങ്ങളെ ആത്മീയ ഭയം തന്ന് നിങ്ങളെ ദൈവം വന്നോ നിങ്ങളെ ശിക്ഷിച്ചു കളയും, ചോദിച്ച് പ്രതികരണശേഷിയുള്ളവരായി നിങ്ങൾ മാറിക്കഴിഞ്ഞ് നിങ്ങളെ ശിക്ഷിച്ചു കളയും എന്നുള്ള രീതിയിൽ പേടിപ്പിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ കേവലം ശിഖണ്ഡികളായി. ഈ ശിഖണ്ഡിത്വമായ വളർച്ച, ഇപ്പൊ ഞാനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഒരു വീട്ടിനകത്ത് ഒരു കുഞ്ഞിനെ അമ്മ എപ്പോൾ നോക്കിയാലും മോനെ പുറത്തേക്ക് പോകല്ലേ, അവിടെ ഉമ്പാട്ടിയുണ്ട്, പിടിച്ചോണ്ട് പോകും. അപ്പം കൊച്ചു ചെരുപ്പിടാനായിട്ടിരിക്കുമ്പോഴത്തേക്കും ചെരുപ്പിടാതെ കാല് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിടാതിരിക്കല്ലേ മക്കളെ, കാലിനകത്തൂടി ഒരു ചെറിയ മാക്കാച്ചി വന്ന് എന്ത് ചെയ്യും, മണ്ണിനകത്തൂടി ഒരു മാക്കാച്ചി വരും, അത് കാലിൽ കടിക്കും, അപ്പൊ ചെരുപ്പിടാതിരിക്കരുത് എന്ന് പഠിപ്പിക്കും. എന്നിട്ട് കച്ച് അവിടെ ഇവിടെയൊക്കെ തൊട്ട് കളിക്കുന്ന മക്കളെ തൊടല്ലേ മക്കളെ, അതിനകത്ത് കുട്ടി ഭൂതങ്ങളുണ്ട്. ഈ കുട്ടി ഭൂതങ്ങളെല്ലാം കൂടി ഉണ്ടല്ലോ, ആ കൈ ഇങ്ങനെ കടിച്ച് അത് വായിക്കകത്ത് പോകും, അത് കയറിയിരിക്കും. മോനെ ആഹാരം കഴിക്കുമ്പോൾ വായിക്കകത്തോട്ടങ്ങ് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് മോന്റെ വയറ്റിനകത്ത് അസുഖം ഉണ്ടാക്കും, മോൻ ചത്തുപോകും. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൊച്ചിന് ഭയം കൊടുത്ത് വെച്ചിരിക്കുന്ന കൊച്ച് അതെന്നാ ചെയ്യും? അതിനെ ഒന്ന് പുറം ലോകത്തേക്കൊന്ന് വിട്ടുനോക്കിയേ നിങ്ങൾ, അതിനെ ഒന്ന് സ്കൂളിലേക്ക് വിട്ടുനോക്കിയേ. അത് എപ്പോഴും ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അത് എപ്പോഴും ഭയത്തോടു കൂടിയായിരിക്കും. അത് അതിനെ തൊടാൻ പേടിക്കും, ഇതിനെ തൊടാൻ പേടിക്കും, അവിടെ ചെയ്യുന്നത് പേടിക്കും, ഇവിടെ ചെയ്യുന്നത് പേടിക്കും. എല്ലാത്തിനും ഭയത്തോടിരിക്കുമ്പോഴത്തേക്കും വേറൊരുത്തം വന്നിട്ട് തല നോക്കി പണയെന്നൊരു കൊത്തങ്ങ് കൊടുക്കും ഒരു ചെറുക്കൻ ക്ലാസ്സിൽ. അപ്പൊ കൊടുക്കുമ്പോഴത്തേക്കും എന്നിരുന്നങ്ങ് മോങ്ങുമ്പോഴത്തേക്കും എന്താ മിസ്സേ, എന്താ മോനെ മോങ്ങുന്നത്? അത് പറയാനുള്ള ധൈര്യം പോലും കാണത്തില്ല. എന്നെ അവൻ അടിച്ചു എന്നുള്ള പറയാനുള്ള ആ ധൈര്യം പോലും ആ കുട്ടിക്ക് കാണത്തില്ല. പിന്നീട് വീട്ടിൽ വന്ന മാതാപിതാക്കളോട് എന്നെ അവൻ തല്ലി കേട്ടോ, ഇന്നവനാ എന്നെ തല്ലി, അങ്ങനെ പോലും കുഞ്ഞ് പറയത്തില്ല. കുഞ്ഞ് മൗനം പാലിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, സ്കൂളുകൾ റാഗിങ് പലതരത്തിലുള്ള. എന്തിന് നിങ്ങൾ സിദ്ധാർത്ഥിന്റെ കൊലപാതകം നിങ്ങൾ നോക്കിയേ, അവിടെ പലതവണയായിട്ട് റാഗിങ് നടക്കുകയാണ് സിദ്ധാർത്ഥിന്. എന്നിട്ട് സിദ്ധാർത്ഥ് തുറന്നു പറഞ്ഞോ? തുറന്നു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? പ്രതികരണശേഷി ഇല്ലാത്ത രീതിയിൽ വളർന്നത് കൊണ്ടാ. നമ്മളങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക, ആരോടൊന്നും പറയരുത്, ആരോടൊന്നും ചോദിക്കരുത്, അവരെന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ മോനെ, ക്ഷമിച്ചു കള മോനെ, ക്ഷമിച്ചു കള മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വെച്ച് വളർത്തിയത് കൊണ്ട് സംഭവിച്ച ദോഷമാണ്. മനസ്സിലായോ? ഈ കുഞ്ഞിന് മറ്റുള്ളവൻ കയറി കൈവെക്കുന്ന തരത്തിലും അവൻ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? തല ഉയർത്തി അവൻ നമ്മുടെ രാജാവായി മാറുന്നു. ഒരിക്കലും അടി വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ഈ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് ഇവർ വഞ്ചിച്ചു വെച്ചത്? ഈ ക്രിസ്ത്യാനികളെ ഇവർ വഞ്ചിച്ചു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞു കൊടുത്തു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി ദൈവം എഴുതി കൊടുത്തതാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന മൂഢജാതിയെ, പൊട്ട ക്രിസ്ത്യാനിയെ. ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഇനിയെങ്കിലും മനസ്സിലാക്ക്. അത് യഹൂദന്മാർക്ക് വേണ്ടി സംസാരിച്ചതാ കർത്താവ്, യഹൂദന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ് കർത്താവ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. എന്തുവാ കർത്താവ് പറയുന്നു? കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആരോടാ ഈ ശത്രുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരെന്ന് പറയുന്ന സഹോദരങ്ങളോടാ.
യഹൂദ ജനത്തിൽ തന്നെ അവർ തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണ്. ഒരുത്തന്റെ കാളയെ ഒരുത്തൻ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ മറ്റവന്റെ കാളയും പകരം അതിനുപോലെ കൊല്ലാൻ തക്കവണ്ണമാണ് അവരുടെ കൽപ്പനകൾ ഉണ്ടായിരുന്നത് യഹൂദന്മാർക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് യഹൂദന്മാർക്ക് ആ കൽപ്പനകൾ ബാധകമല്ല. യഹൂദന്മാർ ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ് സഹോദരങ്ങൾ തമ്മിൽ. അതിന്റെ അർത്ഥം ശത്രു രാജ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വട്ടമിടുന്ന സമയത്ത് അവനെ പോയി ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ക്ഷമിച്ചുകൊണ്ടിരിക്കണമെന്നല്ല അതിനർത്ഥം. ഇസ്രായേലിനെ ചുറ്റുമായി ആക്രമിക്കാൻ ശത്രുക്കൾ വന്നാൽ അവരെ നേരിടണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർ സഹോദരങ്ങളായിരിക്കുന്ന യഹൂദന്മാർ തമ്മിൽ അവർ ശത്രുക്കളായിരിക്കാൻ പാടില്ല. ഇതാണ് കർത്താവ് പറഞ്ഞു കൊടുത്തതിന്റെ പൊരുള്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് പറയാൻ കാരണം അവർ യഹൂദന്മാർ തമ്മിൽ സഹോദരങ്ങളായിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ശത്രുതയുണ്ടാകാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായോ? ഈ പൊരുളിനെ എടുത്തു വെച്ചിട്ടാണ് ഈ വൃത്തികെട്ടവന്മാർ നിങ്ങളെ ശിഖണ്ഡികളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നത്. അതായത് യഹൂദന്മാരിൽ തന്റെ സഹോദരനെ വേറൊരു സഹോദരനെ നടിക്കുകയോ വല്ലതും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈവം ആ സഹോദരനോട് സ്നേഹിക്കാനും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ സഹോദരങ്ങളാണ്. യഹൂദൻ മക്കൾ 12 പേരും 12 ഗോത്രങ്ങളാണെങ്കിൽ പോലും അവർ സഹോദര ബന്ധത്തിൽ നിലനിൽക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കൽപ്പനകളെല്ലാം പറഞ്ഞു കൊടുത്തത് തന്നെ. ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹത്തിനെ മുഴുവനെയും ശിഖണ്ഡിയാക്കി ലോകത്തിൽ മുഴുവന്റെയും കാൽ കീഴിൽ നിന്നും അടിവേടിക്കേണ്ട വെറും ഊളവർഗങ്ങളാക്കി ഇവന്മാര് മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടം വഴി എല്ലാ വഴിക്കും ഇവന്മാർ ഓടിക്കുന്നത്. എല്ലാ ജിഹാദും ഇവന്മാരെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവന്മാരെന്ത് ചെയ്യുന്നത് വിന്നറായി പോകുന്നത്. നിങ്ങൾ അവന്മാരുടെ അടിമ. നാണമില്ല ക്രിസ്ത്യാനി? എനിക്ക് അറിയാണ്ട് ചോദിക്കുക. എനിക്ക് നിങ്ങളോട് ലജ്ജയുണ്ട്. ലജ്ജ കേവലം സാത്താന്റെ കുഞ്ഞുങ്ങൾ, സാത്താന്റെ അടിമകൾ നിങ്ങളെ ജയിച്ചു വാഴുന്നു. അയ്യേ ഊളജാതിയെ, നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പുമുണ്ടോ ക്രിസ്ത്യാനിയെ? നാണവുമാനവും ഉളുപ്പുണ്ടോ? അല്പം ഉളുപ്പ് വേണ്ട നിങ്ങൾക്ക്. സാത്താന്റെ അടിമകൾ നിങ്ങളെ ജയിച്ചു വാഴുന്നു. അവർക്ക് നിങ്ങളുടെ മേൽ അധികാരം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തലതാഴ്ത്തി പോകേണ്ട ഗതികേട്. അവർ എന്തും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുവിറക്കേണ്ട ഗതികേട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിനേക്കാളും നല്ലത് ചത്തൊടുങ്ങുന്ന നീയൊക്കെ പോയി കൂട്ടാത്മഹത്യ. പന്നികൾ പോയിട്ട് കടുക്കാൻ തൂക്കാങ്കിൽ പോയി ചാടിച്ചത്തില്ലേ, അതുപോലെയൊക്കെ നീയൊക്കെ കൂട്ടമായിട്ട് പോയി ചാകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? പണ്ട് എന്താടാ ഈ ലഗിയോനെ പിടിച്ചുകൊണ്ട് കർത്താവ് പന്നികളുടെ അകത്ത് തള്ളിവിട്ടു എന്നുള്ളത് എപ്പോഴും അതിന്റെ ബോധ്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ പന്നിക്കൂട്ടങ്ങളാണ് സാത്താൻ കയറുന്നതിന് എളുപ്പം പറ്റുന്ന വർഗം. സാത്താന്റെ ആധിപത്യത്തിന് പറ്റിയത് പന്നിക്കൂട്ടങ്ങളാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് സാത്താനെയും ചുമന്നുകൊണ്ട് സാത്താൻ വർഗങ്ങള്, ഈ പന്നി വർഗങ്ങളെല്ലാം സാത്താന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്. മനസ്സിലായോ? സിറിൽ അറയ്ക്കൽ, ഇതിന്റെ പൊരുൾ എന്താണ്? പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും. ഓക്കെ. ഇതിന്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടസ്റ്റും കൂടി എനിക്ക്, അത് ഏത് അധ്യായമാണെന്നുള്ളത് ബ്രദർ എനിക്കൊന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അതെവിടെയാണ്, അതെന്തിന്റെ ഉദ്ദേശത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെന്നുള്ളത്, അതിന്റെ കോണ്ടസ്റ്റും കൂടിയുള്ളത്, അതിന്റെ ഏത് അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഒന്ന് പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് തരിക. അപ്പം ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന് പറഞ്ഞിട്ട്. രാജീവ് രാജ, അവന്റെ നിന്റെ അമ്മയ്ക്ക് മാനസിക രോഗത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോടാ രാജീവ് രാജ? നിന്റെ അമ്മയ്ക്ക് മാനസിക രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവൾക്ക് മാനസിക രോഗം ഉണ്ടായത് പോലും അവളുടെ കയ്യിലിരിപ്പ് കാരണം, അവളുടെ സോക്കേട് കാരണമാണ് നിന്റെ അമ്മയുടെ. മനസ്സിലായി? നിന്നെ ഉണ്ടാക്കിയിട്ടതിന്റെ ഫ്രസ്ട്രേഷനാണ് അവൾക്ക് മാനസിക രോഗം വരാൻ കാരണം, നിന്റെ അമ്മയ്ക്ക്. രാജീവ് രാജ, അമ്മയെ കയറി ഭോഗിക്കാൻ വേണ്ടി ഓരോ ദിവസവും നീ രാത്രി അവളുടെ അടുത്ത് കയറി ചെല്ലുമ്പോഴേ അവക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ്. നിന്നെ പ്രസവിച്ചിട്ടല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷനാണ് നിന്റെ അമ്മയ്ക്ക് ഉണ്ടായത് അവളെ ചികിത്സിക്കണമെങ്കിൽ. അപ്പൊ അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്റെ പേജിൽ വന്നിട്ടില്ല നീ സഹായം ചോദിക്കേണ്ടത്. മനസ്സിലായോ? അവളെ ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടുപോയി ആക്ക്. അവളെ കയറി രാത്രി നീ ഭോഗിക്കാണ്ടിരുന്നാ മതി, നിന്റെ തള്ളയെ കയറി. അപ്പൊ അവള് റെഡി ആയിക്കോളും.
മനസ്സിലായോ? പെറ്റ തള്ളയും നോക്കാതെ നീ രാത്രിയും പകലും അവൻ്റെ അടുത്ത് കയറി നിന്റെ തള്ളയെ കയറി ഭോഗിക്കാൻ പോകുന്നതിന്റെ ഫ്രസ്ട്രേഷനാണ് അവൾക്ക് മാനസിക രോഗം. മനസ്സിലായോടാ ചെറ്റേ? രാജീവ് രാജ, മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ അമ്മയെ കയറി ഭോഗിക്കുന്ന നിന്റെ സോക്കേടൊന്ന് നിർത്തിയാ നിന്റെ അമ്മ നന്നായിക്കോളും. അവളെ പ്രത്യേകിച്ച് നീ മാനസിക രോഗ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഗതികളൊന്നും വരത്തില്ല. നീ നിന്റെ സോക്കേട് നിർത്തിയാ മതി. മനസ്സിലായോ? അപ്പൊ ചെല്ല്. ഇപ്പൊ ടിപ്പ് കിട്ടിയല്ലോ നിന്റെ അമ്മയെ ചികിത്സിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. കൂടുതൽ നേരം ഇതിനകത്ത് നിന്ന് വഷളാകണ്ട. പറഞ്ഞ മനസ്സിലായോടാ ചെറ്റയ്ക്കുണ്ടായവനെ? മനസ്സിലായോ? നിന്റെ അമ്മയെ കയറി നീ ഭോഗിച്ചതിന്റെ സോക്കേടാണ് നിന്റെ അമ്മയ്ക്ക്. അതിന്റെ ഫ്രസ്ട്രേഷനാണ് അവൾക്ക് മാനസിക രോഗം വന്നത്. അതുകൊണ്ട് അവളെ ചികിത്സിക്കാൻ വേണ്ടി എന്റെ പേജിൽ വന്നിട്ട് നീ ഇറന്നിട്ട് കാര്യമില്ല. നിന്റെ സോക്കേടൊന്നും നിന്റെ കടിയൊന്നും നീ നിർത്തിയാൽ മതി. നിന്റെ അമ്മ നേരെയായിക്കോളൂ. എബ്രായർ 10:30-31, റോമർ 12:19. ഒരു മിനിറ്റ്. എനിക്കൊന്നുമില്ലെങ്കിലും മുഖമെങ്കിലും ഉണ്ട്. എടാ വിവരം കെട്ടവനെ, നിനക്ക് മോന്തെങ്കിലും ഉണ്ടോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഓക്കെ ഞാനിത് വായിക്കാവേ. അതായത് 9 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക്. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുവിൻ. അതായത് ഇത് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് ദൈവത്തെ അറിഞ്ഞ് ഒരേപോലെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരേ സഭയ്ക്കകത്ത് നിൽക്കുന്ന ദൈവമക്കളോടാണ് ഈ കാര്യം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പറയുകയാണ്, നിങ്ങൾ സഹോദരപ്രതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിന്നുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കും എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തോടുള്ള കടപ്പാടിനെ കുറിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവവചനത്തിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് ഓക്കെ. അപ്പോൾ ദൈവത്തെ വിശ്വസിച്ചിട്ട്, ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ വിശ്വസിച്ചിട്ട് ആയിരിക്കുന്ന ദൈവമക്കൾ തമ്മിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇസ്രായേൽ മക്കളോടാണ് കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവിൻ എന്ന് ഇസ്രായേൽ മക്കൾക്കാണ് ദൈവം ആ കൽപ്പന കൊടുത്തത് തന്നെ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം
ആഹാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഓക്കെ, ഈ വാക്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശപ്പെട്ട ക്രിസ്ത്യാനിയെയും എന്ത് ചെയ്യുന്നത്, വഞ്ചിക്കാൻ തക്കവണ്ണം ഉപയോഗിക്കുന്ന ദൈവവചന വാക്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ആക്ച്വലി ഇവിടെ ഇത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് മുഴുവനും ദൈവമക്കളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമ്മൾ സഹോദര സ്നേഹത്തിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ എന്റെ സ്വഭാവമായിരിക്കത്തില്ല എന്റെ പേജിൽ നിൽക്കുന്ന വേറൊരാളുടെ സ്വഭാവം. അപ്പോൾ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഈ സ്വഭാവത്തിന് വ്യത്യാസം കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ എനിക്ക് ഈർഷ്യ ഉണ്ടാക്കുന്നതായിരിക്കും, ഇഷ്ടപ്പെടാത്തതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അത് ദൈവകോപത്തിന് ഇടം കൊടുക്കുന്നതാണ്. കാരണം അവരുടെ പ്രവൃത്തി കൊണ്ടാണ്, അവരുടെ സ്വഭാവമാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവം ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് രാജീവ് രാജ ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് തന്റെ ഇടത്തോടെ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ നിനക്ക് മറുപടി തരാം. അല്ലാതെ നിന്റെ ഊള കമന്റിന് എനിക്ക് മറുപടി തരേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായി? ഒരു പ്രാവശ്യം നിനക്ക് ഞാൻ തന്നു, അപ്പോഴേ നീ കരഞ്ഞിട്ട് ഓടേണ്ടവനാണ്. അതുകൊണ്ട് രാജീവ് രാജ പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി? സ്വന്തം പ്രൊഫൈല് ആണ് കാണിയുടെ ആണത്വം കാണിയുടെ ചെറ്റയ്ക്കുണ്ടായിരുന്നു രാജീവ് രാജ. ഇവിടെ ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്തവനാണ് നീ. ആണത്വമല്ലാത്തത് കൊണ്ടാണ് നീ വല്ലവന്റെയും ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടിട്ട് വന്നിട്ട് രണ്ട് പറയാൻ വേണ്ടി ആവേശം കാണിക്കുന്നത്. നീ ആണിനെ പോലെ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ്. നിന്റെ തള്ള കണ്ടവന്റെ കൂടെ കിടന്ന് ഉണ്ടാക്കിയതിന്റെ സോക്കേടാണല്ലോ ഇവിടെ വന്ന് കരഞ്ഞു മെഴുകിയത്, നിന്റെ തള്ളയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നിന്റെ തള്ളയുടെ ഭ്രാന്ത് തീർക്കാനായിട്ട് എന്റെ പേജല്ല എടുത്ത് ഉപയോഗിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അതുപോലെ നിന്റെ തന്തയില്ലായ്മ കാണിക്കാനും എന്റെ പേജല്ല ഉപയോഗിക്കേണ്ടത്. നല്ല അന്തസ്സുള്ള ആണാണെങ്കിൽ നീ സ്വന്തം ഫോട്ടോ ഇട്ടിട്ട്, വല്ല ഐൻസ്റ്റീനിന്റെ ഫോട്ടോ ഇട്ടിട്ട് വന്നിട്ട് നീ ഇവിടെ വന്നിട്ട് നീ ചിരക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ പേജിൽ വന്നിട്ട് കമന്റ് ഇടുന്നത്? പടാ വിവരം കെട്ടവനെ. നിനക്ക് വല്ലതും പറയാൻ എന്റെ അടുത്ത് അന്തസ്സുണ്ടെങ്കിൽ സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് ഫ്രേജിൽ വന്നിട്ട് പറയടാ റീന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി തരാം അതിന്. അല്ല, നീ കൂടുതൽ വേലത്തരം കാണിക്കാൻ വേണ്ടി നിന്റെ നീ വല്ല ക്രിസ്ത്യാനിയും വല്ല ആയിരിക്കും. നല്ല ഒളിച്ചും പാതും ശിഖണ്ഡിയായിട്ടിരിക്കുന്ന വല്ല പാച്ചറിന്റെ കീഴിൽ കിടക്കുന്നവനോ അല്ലെങ്കിൽ വല്ല പുരോഹിതന്റെ കീഴിൽ കിടക്കുന്നവനോ വല്ല കാലിനടിയിൽ ഇരിക്കുന്നവനായിരിക്കും. അതിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ അടുത്ത് ഒന്നുമില്ല. അതിന് നീ ആണല്ലാത്തത് കൊണ്ടാ. ആണായിട്ട് വന്നിട്ട് കമന്റ് ഇടുക, എന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. രാജീവ് രാജ ഐൻസ്റ്റീന്റെ ഫോട്ടോയും ഇട്ട് ഇറങ്ങിയിരിക്കുക. അവന് തന്തയില്ല പോലും. നിനക്ക് തന്തയില്ലാത്തതിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടാണോ നിന്റെ കരച്ചിൽ തീർക്കേണ്ടത്? നിന്റെ തള്ളയോട് പോയി ചോദ്യം നിന്റെ തന്ത ആരാണെന്ന് പറഞ്ഞിട്ട്. തള്ളെ എന്നെ അവന്റെ കൂടെ എന്നെ ഉണ്ടാക്കിയിട്ടത്, അതുകൊണ്ട് എനിക്ക് തന്തയെ കാണിച്ചതാ. തന്തയില്ലാത്തതിന്റെ ഗതികേടാ. ഞാൻ വല്ലവന്റെയൊക്കെ പ്രൊഫൈലിനകത്ത് കയറി വരേണ്ട ഗതികേടെന്ന് പറഞ്ഞിട്ട് നീ പോയി അവൻ തള്ളയോട് ചോദ്യം എന്നോടാണോ ചോദിക്കേണ്ടേ? ഓക്കെ, ദൈവവചനത്തിൽ ഇങ്ങനെ കുറെ വാക്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇവന്മാരെന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യാനികളെ മുഴുവനെയും പഠിപ്പിച്ചു വെക്കുന്നത്. നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, നിങ്ങൾ തമ്മിൽ നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പഠിക്കണം, നിങ്ങൾ ആർക്കും ദോഷം ചെയ്യരുത്, നിങ്ങൾ ആരും കൊടും പകരം ചെയ്യരുത് എന്നൊക്കെ പറയണം. അതാണ് ഞാൻ പറയുന്നത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. കല്യാണ വീട്ടിൽ പോയി പാടേണ്ട പാട്ട് പോയിട്ട് മരണ വീട്ടിൽ പാടിയിട്ട് മരണ വീട്ടിൽ പോയി പാടേണ്ട പാട്ട് കല്യാണ വീട്ടിലും പാടുന്ന ഗതികേടിലാണെന്ന് ക്രിസ്ത്യാനി. എവിടെ എന്ത് എപ്പോൾ പറഞ്ഞു എന്ന് ക്രിസ്ത്യാനിക്കറിയത്തില്ല. എവിടെ എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നും ക്രിസ്ത്യാനിക്കറിയത്തില്ല. എല്ലാത്തിനും ഒരു ട്യൂണ്, എല്ലാത്തിനും ഒരു മ്യൂസിക്, എല്ലാത്തിനും ഒരു രീതി. ഇങ്ങനെയാണ് ക്രിസ്ത്യാനിയെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള ലക്ഷണമല്ല. മക്കളെ വളർത്തുന്ന നല്ല തള്ളയും തന്തയും എപ്പോഴും മക്കളെ വളർത്തുന്ന
ഇവിടെ ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കുരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ പട്ടികൾ കുരയ്ക്കുന്നത് അതെന്താ? ദീപയുടെ മറുപടി കൊള്ളാം. കാലനെ കാണുമ്പോൾ നായ്ക്കൾ ഓലിയിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് മക്കളെ ട്രെയിൻ ചെയ്യുന്ന ഒരു തന്തയ്ക്കും തള്ളയുടെയും ഗുണം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവവചനം നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവവചനം ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കേവലം ഇസ്രായേൽ മക്കളെ നോക്കിയാൽ മതി. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ പാസ്റ്റർമാരെയും പുരോഹിതന്മാരെയും നിങ്ങളുടെ സമൂഹത്തിന് ചുറ്റുമുള്ളവരെയും ഒന്നും നോക്കണ്ട. ഇസ്രായേൽ മക്കളെന്ന് പറയുന്നവര് ആരോടും ദ്രോഹത്തിന് പോകത്തില്ല. അവരാരെയും ഉപദ്രവിക്കാൻ അങ്ങോട്ട് വലിഞ്ഞുകയറി പോകാറില്ല. ആരോടും ദ്രോഹത്തിന് ഇന്ന് വരെയും ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനെയും മനസ്സുകൊണ്ട് അങ്ങോട്ട് പോയി ഒന്നും ചെയ്യാത്തൊരു ജാതി ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഇന്നു വരെയും ലോക ചരിത്രത്തിൽ ക്രിസ്ത്യാനി പോലും എന്ത് ചെയ്യാറുണ്ട്? വലിഞ്ഞു കയറി അങ്ങോട്ട് യുദ്ധത്തിന് പോകാറുണ്ട്. ക്രിസ്ത്യാനി പോലും. അതിന്റെ ഏറ്റവും വലിയ സൗഖ്യേടാണ് അമേരിക്കയുടെ സൗഖ്യേടെന്ന് പറയുന്നത്. ക്രിസ്ത്യൻ രാജ്യമാണ്. ഈ അമേരിക്കയുടെ സൗഖ്യേടെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇവന്മാർ വലിഞ്ഞു കയറും. മനസ്സിലായോ? എല്ലാ രാജ്യങ്ങളിലും ഇവന്മാർ വലിഞ്ഞു കയറിയിട്ട് ഈ രാജ്യങ്ങളുടെ എല്ലാം ആധിപത്യം ഇവന്മാരങ്ങ് പിടിച്ചെടുക്കാൻ നോക്കും. വലിഞ്ഞു കയറി എല്ലാ തോന്നിവാസവും കാണിക്കുന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. യഹൂദന്മാർ ചെയ്യാറില്ല. അവരാരുടെയും രാജ്യങ്ങളിനകത്ത് കയറി വലിഞ്ഞു കയറി അവരുടെ ആധിപത്യം നടത്താറില്ല. അവരാരെയും ചൊറിയാൻ പോകാറില്ല. അവരാരോടും ദോഷം വെച്ച് പെരുമാറാറില്ല. അവരാരെയും ഉപദ്രവിക്കാറില്ല. പക്ഷെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അതാണ് നമ്മുടെ ചോദ്യം. നമ്മളും ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യാനും പോകാറില്ല. നമ്മൾ ആരെയും വഴക്ക് പറയാനും പോകാറില്ല. നമ്മൾ ഒന്നിനും പോകാറില്ല. നമ്മുടെ കാര്യം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ യഹൂദന്മാര് കണ്ടം വഴിക്ക് ഓടിക്കും. അവരാരെയും ചൊറിയാൻ പോകാറില്ല. പക്ഷെ അവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലും വാങ്ങിച്ചുകൊണ്ട് ഇസ്രായേൽ ഇരിക്കാറുമില്ല. അതാണ് ഇസ്രായേലിന്റെ ക്വാളിറ്റി. ഇതാണ് ഒരു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച പിള്ളേരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച പിള്ളേര് ഒന്നിനും അങ്ങോട്ട് ആരോടത്തും പോകാറില്ല. അവരവരുടെ മാന്യതയും അവരവരുടെ ലൈഫിന്റെ സ്റ്റാൻഡേർഡും ഒക്കെ അവർ കീപ്പ് ചെയ്ത് ലൈഫിൽ ജീവിക്കുന്നവരാ. അവരിങ്ങനെ റോട്ടിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ അവിടെ ഇരുന്നപ്പോൾ ചൊറിയാൻ തോന്നി. വന്നിട്ട് എന്തരാ ഇങ്ങനെയൊക്കെ തട്ടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മോനാണെങ്കിൽ അവൻ ആരോടും ഒന്നിനും പോകാത്തവനായിരിക്കും. പക്ഷെ കൊറണം പൊളിച്ചൊരെണ്ണം അങ്ങ് കൊടുക്കും. പോടാ അങ്ങോട്ട് എന്ന് പറയും. പ്രതികരിക്കേണ്ട സമയത്തേ അവൻ പ്രതികരിക്കത്തുള്ളൂ. അല്ലാതെ എല്ലായ്പ്പോഴും അവന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് നടക്കാറില്ല. ഇതാണ് ഇസ്രായേൽ മക്കളിൽ എന്ത് ചെയ്തത്? ഇതാണ് ദൈവവചനം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ജീവിക്കുമ്പോൾ സ്റ്റാൻഡേർഡോടുകൂടി ജീവിക്കുക. മനസ്സിലായോ? പക്ഷേ പ്രതികാരം യഹോവയ്ക്കുള്ളത് വിട്ടുകൊടുക്കണമെന്ന് വെച്ചാൽ സഹോദരങ്ങൾ തമ്മിലാണ്. ഇപ്പൊ എന്റെ സഹോദരൻ എന്നെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും സഹോദരനെ തിരിച്ചടിക്കാൻ നിൽക്കാതെ അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. സഹോദരനെ പോലെ ശത്രുവിനെ കാണാൻ പറ്റുമോ? വിവരദോഷികളെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ വീടിനകത്ത് സ്വത്ത് വീതിക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരെയും അങ്ങനെ സത്തുക്കളായിട്ടോ സഹോദരങ്ങളായിട്ടോ ഒക്കെ കാണാമെങ്കിൽ സ്വന്തം പറമ്പും വസ്തുവും വീതിക്കുമ്പോൾ എന്തേ മക്കൾക്ക് മാത്രം കൊടുക്കുന്നത്? അയൽവക്കത്തുകാരന് കൂടെ അറ്റ്ലീസ്റ്റ് സ്വന്തം സഹോദരന്റെ മക്കൾക്കെങ്കിലും കൊടുത്തുകൂടെ വസ്തു വീതിക്കുന്നവർക്ക്? ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വർഗം ഇത്രമാത്രം സ്നേഹവും ഒരു കൊണത്തടിക്കുമ്പോൾ മറുകൊരണവും അങ്ങനെയും ഇങ്ങനെയും ഇക്കരെയൊക്കെ പഠിപ്പിക്കുന്നവര് എന്തേ വസ്തുക്കൾ സ്വത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് സ്വന്തം മക്കൾക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നു? സ്വന്തം മക്കൾക്ക് മാത്രം കൊടുക്കുന്നു? എന്തേ അനിയന്റെ മക്കൾക്ക് കൊടുക്കാൻ അറിയത്തില്ലേ? ചേട്ടന്റെ മക്കൾക്ക് കൂടി കൊടുത്തുകൂടെ വീതിച്ച്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ. നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ സഹോദരങ്ങളോട് ചെയ്യേണ്ടത് സഹോദരങ്ങളോടും കടപ്പെടണം. ശത്രുവിനോട് ചെയ്യേണ്ടത് ശത്രുവിനോടും ചെയ്യാനുള്ളതാണ്. ഈ സഹോദരനെ തൂക്കി ശത്രുവിന്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റുമോ? ശത്രുവിന്റെ സ്ഥാനത്ത് തൂക്കി സഹോദരനെ വെക്കാൻ പറ്റുമോ? തലച്ചോറ് വേണ്ടേ? സഹോദരനെ എടുത്തുകൊണ്ട് വന്ന് ശത്രുവിന്റെ സ്ഥാനത്തും വെച്ചിട്ട് ശത്രുവിനെ തൂക്കി സഹോദരന്റെ സ്ഥാനത്തും വെക്കാൻ പറ്റുമോ നമുക്ക്? ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണണം, സഹോദരനെ സഹോദരനായിട്ട് തന്നെ. സഹോദരൻ അടിച്ചപ്പോൾ സഹോദരനോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ട അയൽവാസിയും ചെറ്റയും മൂളയുമായിട്ടിരിക്കുന്നവൻ എന്നെ വന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ സഹിക്കേണ്ട ഗതികേടുണ്ടോ എനിക്ക്? അപ്പോൾ എന്റെ സഹോദരനും അവനും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കുന്നത്? എനിക്ക് എന്റെ സഹോദരൻ എന്നെ അടിച്ചു, ഞാൻ ക്ഷമിച്ചു. എന്റെ സഹോദരനോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരൻ എന്നുള്ള കടപ്പാട് അവനോടുണ്ട്, ഞാൻ ക്ഷമിച്ചു.
അപ്പോൾ എനിക്ക് എന്റെ സഹോദരനാണ്. പക്ഷെ കണ്ട ഊള വെള്ളമടിച്ച് ഒരു ബോധവും ഇല്ലാതെ കെട്ടുകിടക്കുന്നവൻ അവന് വന്നപ്പോ എന്നെ അടിക്കാൻ തോന്നി, അവന് കയറി വന്ന് എന്നെ നോണ്ടാൻ തോന്നി. നോന്തിയപ്പോഴത്തേക്കും എന്റെ സഹോദരന് കൊടുക്കുന്ന അതേ വില വെച്ചിട്ട് ഞാൻ അവനോടും ക്ഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ സഹോദരനും അവനും തമ്മിൽ വ്യത്യാസം എന്തിരിക്കുന്നു? ഇതെന്തേ ക്രിസ്ത്യാനികളെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? സഹോദരനെ കാണുന്ന കാഴ്ചപ്പാടിൽ ശത്രുവിനെ കാണാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹോദരനും ശത്രുവിനും തമ്മിലുള്ള വിലയില്ലാണ്ട് പോയി. നിങ്ങൾ പിന്നെ അതിനുള്ള ബോധമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ശത്രുവിന്റെ സ്ഥാനത്ത് സഹോദരനും സഹോദരന്റെ സ്ഥാനത്ത് ശത്രുവുമായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്തവരാ. കാരണം നിങ്ങൾക്ക് തലച്ചോറില്ല, മണ്ടന്മാരായി മാറുകയാണ്. അപ്പോൾ ദൈവവചനം എന്തിനോട് സംസാരിക്കുന്നു മനസ്സിലാക്കണം. സഹോദരന്മാരുടെ ബന്ധത്തിൽ നിങ്ങൾ അവരോട് സമാധാനം ആചരിക്കുവിൻ. സഹോദരന്മാരുടെ ബന്ധത്തിൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക? നിങ്ങൾ അവരുടെ ശത്രുത്വത്തെ നിങ്ങൾ ക്ഷമിച്ചു കളയുക. അവരോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട. അത് സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വഴി കിടക്കുന്നവന്മാരും തോന്നിവാസികളും സകല ആഭാസത്തരവും ജീവിക്കുന്നവനും സാത്താൻ കുടിയേറിയവനും കയറി വന്ന് മേയാനിരിക്കുമ്പോഴത്തേക്കെല്ലാം സഹോദരന്റെ സ്ഥാനത്ത് തൂക്കി വെച്ചിട്ട് അവനോടെല്ലാം ക്ഷമിക്കാൻ നിന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെയൊക്കെ ചാട്ട പറഞ്ഞടിക്കും. അവനടിക്കത്തില്ല, നിങ്ങളെ തന്നെയായിരിക്കും അടിക്കുന്നത്. അടി കൊണ്ട നീയല്ലേ തിരിച്ചു കൊടുക്കേണ്ടത്. ഈ പഠിപ്പിച്ചത് ആരാണ്? പൗലോസ് അപ്പോസ്തലനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് ബെറേഷു എന്ന് പറയുന്ന ഒരുത്തന്, ഒരു വിദ്വാന് പ്രതികാരം ചെയ്യാതെ, അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്, പ്രതികാരം ചെയ്യാതെ പ്രതികാരം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ പൗലോസ് അപ്പോസ്തലൻ. എന്നിട്ട് ഒരു ദേശാധിപതിയോട് പൗലോസ് ഇങ്ങനെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെറേഷു എന്ന് പറയുന്ന ഒരു വിദ്വാൻ അതിനെ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദൈവവചനത്തെ. ഉടനെ പൗലോസ് അപ്പോസ്തലൻ പ്രതികാരം നിന്റെ ദൈവത്തിന് കൊടുക്കാൻ പൗലോസിന് അറിയത്തില്ല. ഇത് പഠിപ്പിച്ച പൗലോസിന് അറിയത്തില്ലേ പ്രതികാരം ചെയ്യാൻ? AK സിദ്ദിഖ് മോഡി ജൂൺ 4 താഴെ ഇറങ്ങും. മോദി തട്ടിന് മേളിലാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇറങ്ങി വരണ്ടേ താമസിക്കുന്നത്? അതെന്ത് നിനക്ക് അറിയത്തില്ലേ? മോദി ജൂൺ 4 താഴെ ഇറങ്ങുമെന്ന്. പിന്നെ 24 മണിക്കൂറും തട്ടിന് മേളിലിരിക്കാൻ പറ്റുമോ? സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങണമല്ലോ. എടാ വിവരം കെട്ടവനെ, വേറൊന്നുമില്ലേ പറയാനായിട്ട്? മോദി ജൂൺ 4 താഴെ ഇറങ്ങുമെന്ന്. പിന്നെ മോളി താഴെ ഇറങ്ങണ്ട, മോളി തട്ടിനമേളി തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാരെയും നോക്കിക്കൊണ്ടിരുന്നാൽ മതി. മോദിക്ക് താഴെ ഇറങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് മോദി താഴെ ഇറങ്ങിക്കോളും. മനസ്സിലായോ? അല്ല, എവിടെ താഴെ ഇറങ്ങുമെന്നാ പറഞ്ഞത്? മോദി ജൂൺ 4 താഴെ ഇറങ്ങുമെന്ന്. പിന്നെ മോദി നിന്റെ തള്ളാകും ഇതുവരെയ്ക്ക് ഏറിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. അവനെ ഒന്ന് ഇറക്കാനുള്ള വഴി വല്ല നോക്കുന്നീ. അല്ല, അവനെ എഴി തന്നെ നിർത്താനാണോ ഉദ്ദേശം? മുഹമ്മദ് കാമഭ്രാന്തനും തള്ളാകും അവർ രണ്ടുപേരും ഏറിൽ നിന്നും താഴോട്ട് ഇതുവരെയ്ക്ക് ഇറങ്ങിയിട്ടില്ല. അവരെ ഏറിൽ തന്നെ നിർത്താനാണോ ഉദ്ദേശം? അവരെ താഴെ ഇറക്കണമെന്ന് താല്പര്യമൊന്നുമില്ലേ? അവരെ ഏറിൽ നിർത്തി ഒരു രസമില്ലേ അവരെ ഏറിൽ പറക്കുന്നത് കാണാനായിട്ട്? ഹൊയ് 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 എന്ന് പറഞ്ഞിട്ട് ബുറാക്ക് വാഹനത്തില് തള്ളാകുവും മുഹമ്മദ് കാമഭ്രാന്തനും 72 കൂറിമാരെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. തുടുത്ത മാറിടമുള്ള തുടുത്ത മാറിടമുള്ള 72 കൂറിമാരെ മുമ്പിൽ കെട്ടിവെച്ചിട്ട് തള്ളാകും മുഹമ്മദ് കാമഭ്രാന്തനും കൂടി ബുറാക്ക് വാഹനത്തിൽ ഇപ്പൊ ഏറിൽ തന്നെയാണ്. അവരെ ഇറക്കാനൊന്നും താല്പര്യമില്ല നിനക്ക്. മോദി ഇപ്പൊ താഴെ ഇറക്കാനാണ് താല്പര്യം. മോദി തട്ടിന്റെ മേളിലാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി പുള്ളിക്കാരന് വരാൻ അറിയാം, വന്നല്ലേ പറ്റത്തുള്ളൂ. താഴെ ഇറങ്ങി നീ ആദ്യം പോയിട്ട് തള്ളാകുവിനെയും മുഹമ്മദ് കാമഭ്രാന്തനെയും ഏറിൽ നിന്ന് ഇറക്കാൻ നോക്ക്. ഇല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചവരെ ഏറിൽ കയറ്റിയതാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. AK സിദ്ദിഖിന് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അവന്റെ തള്ളാഖും മുഹമ്മദ് കാമഭ്രാന്തൻ തന്നെയാണ് വലിയൊരു വിഷയം. അതിനെ ആദ്യം താഴെ ഇറക്കാനുള്ള വഴി നിങ്ങൾ കൂട്ടമായിട്ട് ആലോചിച്ച് എന്താ ഒരു വഴി എന്ന് പറഞ്ഞ് കണ്ടെത്താൻ നോക്ക്. ചെല്ല് ഉസ്താദുമാരോടൊക്കെ പോയി ചോദ്യതേ, ഉസ്താദെ നമ്മുടെ തള്ളാഖും മുഹമ്മദ് കാമഭ്രാന്തനും ഏറിൽ കയറിയിട്ട് കുറെ കാലമായല്ലോ, ഇവരെങ്ങനെയാ നമ്മളൊന്ന് താഴെ ഇറക്കുന്നത്? എന്നാലും മറുപടി കിട്ടത്തില്ല. കാരണം ഒരുത്തൻ താഴെ ഇറക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അടുത്തവൻ ഏറിൽ കയറ്റിയല്ലേ നിന്നെ പോലെ. AK സിദ്ദിഖേ,
തള്ളാഹു ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്ന സമയത്തായിരിക്കും നിന്നെപ്പോലെ ഒരുത്തൻ കയറി വരുന്നത്. അപ്പോഴത്തേക്കും തള്ളാഹു വീണ്ടും കയറി മേറില്. അപ്പോഴത്തേക്കും തള്ളാഹു പറയും, ഏടാ പിന്നെ വൃത്തികെട്ടവനെ AK സിദ്ദിഖേ, നീ വാടാ മേളിലോട്ട്, നിന്റെ ഒരു കൂറിയെ ഞാൻ ഇപ്പൊ തീർത്തു തരാം, നിന്റെ ഒരു കൂറി കട്ട്, ഞാനൊന്ന് വിശ്രമിച്ച് താഴോട്ട് കാല് കഴിക്കുന്നെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും അടുത്തവൻ വന്ന് എന്നെ ഏറി കയറ്റുന്നത്. ഓക്കെ, അപ്പം ക്രിസ്ത്യാനികളെ എന്ന് പറയുന്ന ഒരു കൂട്ടം വർഗത്തെ നോർമൽ സത്യവ മോളെ തള്ളാഹു താഴെ ഇറങ്ങി ഇവന്റെ ഒന്നും പെണ്ണുങ്ങൾക്ക് റെസ്റ്റ് കാണത്തില്ല, ഇവന്റെ ഒന്നും കൂറിമാർക്ക് അവിടെ റെസ്റ്റ് കാണത്തില്ല. തള്ളാഹു താഴെ ഇറങ്ങി, അതുകൊണ്ട് ഇവന്മാർ മനഃപൂർവ്വം തള്ളാഹുവിനെ മേളിൽ നിർത്തിയതാണോ എന്നൊരു സംശയമുണ്ട്. അത് സത്യവാ. പ്രസീത ഷബാത് ഷലോം മോത്തിക്, ഷബാത് ഷലോം. ഓക്കെ, അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ക്രിസ്ത്യാനികളെ മുഴുവനും കബളിപ്പിച്ചും വഞ്ചിച്ചും വെച്ചിരിക്കുന്നത് സാഹചര്യത്തോടുകൂടി പ്രതികരിക്കാൻ അറിയാതെ എല്ലാത്തിനും മരക്കഴുതകളായിട്ട് ഒരേ BGM ഇട്ട് ഒരേ രൂപത്തിൽ ഒരേ ഭാവത്തിൽ ഒരേ രീതിയിൽ അവർ നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രിസ്ത്യാനികൾ മുഴുവനും വഞ്ചിക്കപ്പെട്ടത്. നിങ്ങളെ ശീതവാന്മാരും ആക്കിയിട്ടില്ല, ഉഷ്ണവാന്മാരും ആക്കിയിട്ടില്ല. നിങ്ങൾ ശീതവോഷ്ണവാന്മാരാക്കി തണുപ്പിലും ചൂടിലും ഒരേ രൂപവും ഭാഗവേ നിങ്ങൾക്കുള്ളൂ. ഇങ്ങനെ നിർത്തിയിരിക്കുക നിങ്ങളെ. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ സമൂഹം എന്ത് ചെയ്യുന്നത്, ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഇത് ദൈവവചനത്തിൽ ക്രിസ്ത്യാനികളോട് ബന്ധത്തിൽ, അതായത് ക്രിസ്ത്യാനികളോടല്ല ഇത് സംസാരിക്കുന്നത്, ഇത് യഹൂദന്മാരോടാണ് ദൈവവചനം മുഴുവനും എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവർ സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണം, അവർ സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസ് അപ്പോസ്തലൻ ഒരു ദേശാധിപതിയോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് പകരം കൊടുക്കാനായിട്ട് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ്. ദേശാധിപതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെറേഷു എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് അതിനെ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൗലോസ് അപ്പോസ്തലൻ എന്നാ ദൈവത്തിനോട് നമുക്ക് പ്രതികാരം കൊടുത്തിരിക്കാം, സഹോദര ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ അപരാധങ്ങൾ എന്ന് പാട്ടുപാടിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവനോട് ക്ഷമിക്കുകയല്ല ചെയ്തത്. പിന്നെയോ, സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ മറച്ചു കളയുവാൻ നീ മതിയാലിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാണ് ചെയ്യുന്നത്. അവനെ ശപിച്ച് കുരുടാക്കുകയാണ് ചെയ്തത്. നിന്റെ കണ്ണ് കുരുടായി പോട്ടെ എന്ന് പറഞ്ഞു അല്പനേരത്തേക്ക്. മനസ്സിലായോ? അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അവനോട് പ്രതികാരം ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ ഈ വചനം എഴുതി വെച്ച പൗലോസ് അപ്പോസ്തലൻ എന്നാ പിന്നെ ഈ വചനം അനുസരിച്ചാണെങ്കിൽ അവനോട് എന്ത് ചെയ്യണമായിരുന്നു, പ്രതികാരം ചെയ്യാൻ പോകാതെ അവനോട് നിന്റെ സഹോദര, ദൈവം നിന്നോട് ക്ഷമിക്കും, ദൈവം നിന്നോട് പ്രതികാരം ചോദിക്കും, നീ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ദൈവവചനം പറയുന്ന സമയത്ത് നീ ഇങ്ങനെ വന്ന് കോട്ടിക്കളയാൻ വേണ്ടിയിട്ട് ദൈവവചനത്തിന് വിരോധമായിട്ട് നീ വന്ന് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവം നിന്നോട് പകരം ചോദിക്കും, സഹോദര കുറിച്ചു വെച്ചോ, ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണ് എന്നൊന്നും പൗലോസ് പറയാനൊന്നും പോയില്ല. ഈ വാക്യം എഴുതി വെച്ച പൗലോസ് തന്നെ പറഞ്ഞു, സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ, അവനെ പിശാചായിട്ടാ കണ്ടത്, അവനെ സാത്താനായിട്ടാ കണ്ടത്, പിശാചിന്റെ മകനായിട്ടാ അവനെ കണ്ടത്. അതുപോലെയാണ് നമ്മൾ ശത്രുവിനെ കാണുമ്പോൾ സാത്താന്റെ കുഞ്ഞുങ്ങളായിട്ടേ കാണാവൂ. അപ്പൊ സാത്താന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് സഹോദര എന്ന് പേര് വിളിക്കുന്ന നീ എല്ലാം സാത്താനാകുന്നത് കൊണ്ടാണ് അങ്ങനെ സാത്താന്റെ കുഞ്ഞുങ്ങൾക്ക് നീയൊക്കെ സഹോദര എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നത്. പിടികിട്ടിയോ? ഇപ്പം സാത്താന്റെ കുഞ്ഞുങ്ങളെ, സാത്താന്റെ സ്വഭാവം കൊണ്ട് നടക്കുന്നവന്മാരെ, സാത്താന്റെ സ്വഭാവത്തിന് സാത്താന് വേണ്ടി പണിയെടുക്കുന്നവന്മാരെ,
ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനെ സാത്താൻ കുഞ്ഞുങ്ങളായിട്ടേ കാണാവൂ. ഈ സാത്താൻ കുഞ്ഞുങ്ങളെ പോയി നീ സഹോദര എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നീ സാത്താന്റെ കുഞ്ഞായത് കൊണ്ടാണ് അവനെ സാത്താൻ കുഞ്ഞെ പോയി സഹോദര എന്ന് വിളിക്കേണ്ടി വരുന്നത്. ദൈവത്തിന്റെ മക്കൾക്ക് തിരിച്ചറിവും ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട്. സാത്താനെ സാത്താനായിട്ട് കാണാനും ദൈവത്തിന്റെ മക്കളായിട്ട് കാണാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ ദൈവത്തിന്റെ മക്കൾക്കുണ്ട്. അല്ലാതെ സാത്താന്റെ സ്വഭാവവും കൊണ്ട് നടക്കുകയും 72 ഹൂറിമാരെ ഭോഗിക്കുകയും പച്ചയ്ക്ക് അമ്മയും പെങ്ങളെയും ചോദിക്കുകയും പച്ചയ്ക്ക് അമ്മയും പെങ്ങളെയും ചോദിക്കുകയും സകല സാത്താനിക നീച പ്രവൃത്തികത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നവന്മാരെ പോയി കണ്ടിട്ട് സഹോദര എന്ന് വിളിക്കണമെങ്കിൽ നീ കേവലം സാത്താനായതുകൊണ്ടാണ് നീ അവനെ നോക്കി സഹോദര എന്ന് വിളിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ഈ ബോധം എന്ന് ക്രിസ്ത്യാനിക്ക് ഉദിക്കുമെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടായി ഉമാർ സാത്താന്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. സാത്താന്റെ കുഞ്ഞുങ്ങളെ സാത്താന്റെ കുഞ്ഞുങ്ങളായിട്ടേ കാണാവൂ, ശത്രുവിനെ ശത്രുവായിട്ടേ കാണാവൂ. ദൈവവചന പ്രകാരം നിങ്ങൾ ഒരുത്തനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവന്റെ പ്രവൃത്തി കൊണ്ട്. അവനെ മനസ്സിലാക്കണം, അവൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നത്, അവൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഫൈറ്റ് വരുന്നത്. നിങ്ങൾ സത്യത്തിന്റെ പാതയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ സത്യത്തിന്റെ പാതയിൽ നിൽക്കുമ്പോഴത്തേക്കും അസത്യത്തിന് ഒരിക്കലും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ അസത്യം എന്ത് ചെയ്യും? നിങ്ങൾക്ക് എതിരേ വരും. അങ്ങനെ എതിരേ വരുമ്പോഴത്തേക്കും ക്ഷമിക്കണം നീ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സഹോദരാന്ന് വിളിച്ച് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കെട്ടല്ലേ ദയവ് ചെയ്ത്. അത് ചേർന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്തുവാ അത്തിപ്പഴത്തിൽ നിന്ന് മുന്തിരി ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. സത്യം സത്യമാണ്, അസത്യം അസത്യമാണ്. സത്യത്തെയും അസത്യത്തെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വരെ പോകാൻ പറ്റും? എവിടം വരെ പോകും? കൂടിപ്പോയാൽ നിങ്ങൾ നരകത്തിന്റെ വാതിൽ വരെ എത്തും. ഇത് രണ്ടും കൂടി കെട്ടിക്കൊണ്ട്. അതാണ് ഇന്ന് പാസ്റ്റർമാരും പുരോഹിതന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തെയും അസത്യത്തെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. ഒരു ഭാഗത്ത് ദൈവവുമുണ്ട്, ഒരു ഭാഗത്ത് സാത്താൻ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവുമുണ്ട്. ഈ രണ്ടും കൂടി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോർമൽ. തീർച്ചയായിട്ടും ഇവന്മാർക്ക് സാത്താൻ ആരാണെന്ന് പറഞ്ഞ് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. സാത്താൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ സത്യം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോഴും സാത്താൻ ആരാണെന്ന് വെച്ചാൽ അവന്റെ പ്രവൃത്തിയാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി എന്നാ വചനം പറയുന്നത്. പിശാചിനെ അവന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളുവിനെന്നാ പറയുന്നത്. ഒരു അമ്മയെ വന്ന് പച്ചയ്ക്ക് ചോദിക്കുകയും പെറ്റ തള്ളയെ ചോദിക്കുകയും പെണ്ണിനെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നീചന്മാരെ സാത്താൻ എന്നല്ലാണ്ട് പിന്നെ എന്തുവാ പറയേണ്ടത്? അജിത്ത് ഐസക്, ഞാനൊരു പള്ളിയിൽ ചെന്ന് അച്ഛൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുക ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്, വേറൊന്നും അറിയില്ല. ഇത് അച്ഛൻ നമ്മുടെ ഇവൻ പറഞ്ഞ കണക്ക് കോമഡി ആയിപ്പോയി. താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും താൻ ആരാണെന്ന് എന്നും ഞാൻ ആരാണെന്ന് പറഞ്ഞ കണക്കിരിക്കുന്നു. മാത്യു ചാക്കോ, ഈ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എവിടുന്നാ വരുന്ന റീന? പാച്ചറുടെ സൗണ്ട്. അത് ഇവന്മാരെ കണ്ട് ഇവന്മാരുടെ രീതികൾ നമുക്ക് എന്ത് ചെയ്യും, കോമഡി ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ്. സഹോദര ദൈവത്തിന്റെ ആത്മാവ് സഹോദരന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഈ പാൽക്കാലത്തിൽ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും, എനിക്ക് തന്നെ തൊണ്ട എടുക്കുന്നു, ഈ സഹോദര വിളി കേൾക്കുമ്പോ തന്നെ. മാർക്കോപ്പ തന്നെ മതനേതാക്കന്മാരെ ചുംബന സമരം നടത്തി കാണിക്കുകയല്ലേ, പിന്നെ കെട്ടിപ്പിടുത്തവും. അത് തന്നെയാണ്. മാർക്കോപ്പ പോലും സഹോദരന്മാരെ ചുംബന സമരത്തിൽ ആശ്ലേഷിക്കുകയാണ്. ഇവന്മാർക്ക് ഈ സാത്താൻ കുഞ്ഞുങ്ങളോട് മാത്രമേ ഇത്ര സ്നേഹമുള്ളൂ. യഹൂദന്മാരോടൊന്നും വലിയ സ്നേഹമില്ല. ദൈവത്തിന്റെ മക്കളോട് ഇവന്മാർക്ക് സ്നേഹമില്ല. സാത്താൻ കുഞ്ഞുങ്ങളോട് എന്തോ ഒരു സ്നേഹമെന്ന് പറയാവൂ. കത്തോലിക്കക്കാർക്ക്, പെന്തക്കോസ്തുകാർക്ക്, എല്ലാ ഊളകൾക്കും ഈ സാത്താൻ കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ദൈവത്തിന്റെ മക്കളോടൊരു പ്രത്യേക സ്നേഹമൊന്നുമില്ല. അവരോട് അസൂയയും വെറുപ്പുവാ. മനസ്സിലായോ? എന്നിട്ട് ഈ സാത്താൻ കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക, അവർക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി മെഴുകുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രസ്താവനകൾ ഇറക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വരെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന്. ദൈവത്തിന്റെ മക്കളോട് ഇവർക്ക് സ്നേഹമില്ല.
സുജാജയൻ, അത് സത്യമാണ്. ശത്രു എന്നും ശത്രു തന്നെയാണ്. അങ്ങനെ അല്ലാതെ വരുന്നത് എപ്പോഴെങ്കിലും ചതിക്കും, അത് ഉറപ്പാണ്. അവരുടെ മനസ്സിൽ ഒരിക്കലും നന്മ വരില്ല. അവർക്ക് ന്യായീകരിക്കാൻ 100 കാരണങ്ങൾ കിട്ടും. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. തീർച്ചയായിട്ടും മക്കളെ, നമ്മൾ ശത്രുവിനെ ശത്രുവായിട്ടേ കാണാം. നമ്മുടെ കുതികാല് വെട്ടുന്നവൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ദൈവസ്നേഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുതികാല് വെട്ടുന്നവൻ്റെ അടുത്ത് പോയിട്ട് ദൈവസ്നേഹം പറയാൻ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ, അവൻ നമ്മളെ മുതലാക്കിക്കൊണ്ട് നമ്മുടെ കുതികാല് വെട്ടിയെടുത്തുകൊണ്ടേ പോകത്തുള്ളൂ. അവന് അവസരം വീണ്ടും കൊടുക്കുകയാണ് നിങ്ങൾ വെട്ടാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് ശത്രു ഒരിക്കലും നിങ്ങളുടെ മിത്രമാകാൻ പോണില്ല. അവന് മാനസാന്തരം ഉണ്ടാകണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ദൈവവചനം അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ മാനസാന്തരമോ ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള മോഹമോ വലുതും വന്നിട്ടായിരിക്കും നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുന്നത്. എടാ, അവന് ദൈവവചനം ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഏതർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും? അവൻ തിരിച്ച് സ്നേഹിച്ചാലല്ലേ അത് ഗുണമുള്ളൂ നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുതികാലവൻ ഏത് നേരവും വെട്ടിക്കൊണ്ട് പോകത്തില്ലേ? എന്നിരുന്നിട്ട് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? മണിക്കുട്ടൻ, തക്കിയ ന്യൂസ് ജിഹാദ് കാരണം സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ആരും മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കാത്തവൻ അടികൊണ്ട് ചാകും, അത്രയേ ഉള്ളൂ. അടികൊണ്ട് ചാകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ബുള്ളറ്റ് വാർ, ലൂക്കോസ് 6:28-32-33. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തുപകാരം കിട്ടും? ഒരു മിനിറ്റ്, എന്തുപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പോൾ കവി എന്താണ് ഉദ്ദേശിച്ചത്? ബുള്ളറ്റ് വാറെ എന്താണ് ഉദ്ദേശിച്ചത്? ഈ വാക്യത്തിനെല്ലാം ഞാൻ മറുപടി തന്നു കഴിഞ്ഞതാ ഓൾറെഡി. ഇതിനെല്ലാം ഞാൻ വളരെയധികം ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ഇതിനൊക്കെ ഞാൻ മറുപടി തന്നു കഴിഞ്ഞതാണ്. ഇത് കർത്താവ് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്ന കാര്യമാണ്. ഇത് ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ട് എടുത്ത് തോറയിൽ നിന്നും അവരുടെ വചനങ്ങളെ കോട്ട് ചെയ്തിട്ട് തന്നെയാണ് കർത്താവ് അതിന് വിശദീകരണം കൊടുത്ത് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇത് ലോകത്തോടുള്ള എല്ലാവരോടുള്ള ബന്ധത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നില്ല. തോറ കൊടുത്തതേ ഇസ്രായേൽ മക്കൾക്കാണ് ദൈവം തോറ കൊടുത്തത്. ആ ഇസ്രായേൽ മക്കളോട് സ്പെഷ്യലായിട്ടുള്ള പഠിപ്പിക്കല അവരോട് കർത്താവ് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നുവല്ലോ. അതിന് കർത്താവ് വ്യക്തമായിട്ടൊരു ഉപകാരം പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരും നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടതുകൊണ്ട്? ഒരു പ്രയോജനവുമില്ല. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്തവരെ കുറച്ചു പേരെ വിളിച്ചുകൊണ്ട് വന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ തിരിച്ചു വിളിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ കിട്ടും. ഇതാണ് കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നിങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്താൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എന്റെ ഫംഗ്ഷനൊരു ഇത് കർത്താവ് ഉപമ സഹിതം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ കൂട്ടുകാരെയും എന്റെ സഹോദരങ്ങളെയും വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചും എന്ത് ചെയ്യും? അവരവരുടെ ഒരു ഫംഗ്ഷന് എന്നെ വിളിച്ച് ചിലപ്പോൾ ആഹാരം കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കുറെ അനാഥകൾക്കോ കുറച്ച് വിധവമാർക്കോ കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തന്നില്ലെന്നിരിക്കും. എങ്കിലും പ്രതിഫലം നിങ്ങൾക്കുണ്ട്.
നിങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ എന്ത് ഉപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അതെ, അത് തന്നെയാണ് ഞാനും പറയാനുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എളിയ സഹോദരൻ ഒരുവന് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ചെയ്യാൻ ചെയ്യും. അപ്പൊ ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? AK സദ്ദിഖ്, ഇന്ത്യ സഖ്യം വരട്ടെ ജൂൺ 4-ന്. ഓ വരട്ടെ, അനിപ്പ എന്നാ വരണ്ടേ ഇന്ത്യ സഖ്യം? അവരെവിടെ കിടന്നാ മതിയോ? വരട്ടെ. ഇവിടെ ജൂൺ 4-ന് ഇന്ത്യ സഖ്യം വരട്ടെ. പിന്നെ മോദി താഴെ ഇറങ്ങും. മോദി സ്റ്റെപ്പിലാണെങ്കിൽ അദ്ദേഹം താഴെ ഇറങ്ങും. ഇന്ത്യ സഖ്യം എല്ലാം കൂടി ജയിലിലാണെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങും. വരട്ടെ അവര്. പിന്നെ അവർ വരണ്ടേ? അവരവിടെ തന്നെ കിടന്നാ മതിയോ? അവരെവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, വരാതിരിക്കത്തില്ല. വരട്ടെ. ആദ്യമായിരുന്നു നീ ആരൊരു കാര്യം ചെയ്യും. നമ്മുടെ പിണുങ്ങാണ്ടി ടൂർ പോയിട്ടുണ്ട്. പിണുങ്ങാണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിയില്ല ആദ്യം. ഇല്ലെങ്കിൽ വല്ല ജലപ്രളയമോ വല്ല വെള്ളപ്പൊക്കമോ കൂടി എടുത്തോണ്ട് പോകും. അതിനും പിന്നെ വേണ്ട പിണുങ്ങാണ്ടി. ജലപ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും കൂടി പിണുങ്ങാണ്ടിയെ വേണ്ട. ഈ ഊള ക്രിസ്ത്യാനികളെ കൊണ്ട് മനുഷ്യൻ തോറ്റി. എത്ര പറഞ്ഞു കൊടുത്താലും ഈ ഊളകൾക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ കർത്താവേ. അയ്യോ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടുമെന്ന് ദൈവവചനം ചോദിച്ചത് എന്തടിസ്ഥാനത്തിൽ നടത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്, നിന്റെ മോളെയൊക്കെ കൊണ്ടുപോയിട്ട് ഉപകാരം ചെയ്യുന്നവർക്കോ നല്ലവർക്കോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ പാപികളെ സ്നേഹിച്ചാൽ ഒരു വാക്യം കൂടി അവൻ എഴുതിയിട്ടല്ലോ, അതിന് മറുപടി ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ എന്തുപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപകാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? മോളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പം എല്ലാവരും നല്ല നല്ല മക്കളെയാണല്ലോ കെട്ടിക്കുന്നത്. നല്ല നല്ല ആൾക്കാർ നോക്കിയിട്ടാണല്ലോ മക്കളെ കെട്ടിക്കുന്നത്. എന്നാ ഒരു ഉപകാര സ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യ, ഒരു കൊടിയ തീവ്രവാദിക്ക് എന്ത് ചെയ്ത് മോളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുക. അത് ലോകത്തിനൊരു പ്രത്യേക മാതൃകയായിരിക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് കണക്കല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളവർ നല്ല വീട്ടിലെ ചെറുക്കനെ നോക്കി പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമിരിക്കുന്നു? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അവരവരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് അവർ നല്ലതെന്ന് തോന്നുന്നതിനല്ലേ അവർ കെട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവവചനം പറയുന്നത് അനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയൊരു തീവ്രവാദിക്ക് എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിച്ചു കൊടുത്ത് ഇതിനകത്ത് ആവേശം കാണിക്കാത്ത എന്തേ നിങ്ങള്? ജയരാജൻ അനന്തൻ, പിണുങ്കാണ്ടി ഇന്നലെ 3 മണിക്ക് വന്നു. അയ്യോ വന്നോ ഇന്നലെ 3 മണിക്ക്? എന്നാ മിക്കവാറും കേരളത്തിൽ പ്രളയമായിരിക്കും. അയ്യോ കർത്താവേ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ആമോസ് ജിപ്സ്, അതെ അതെ, ഗോവിന്ദച്ചാമിക്ക് ഒരു ജീവിതം കൊടുത്ത കണക്കാകും. മോളെ കൊണ്ടുപോയിട്ട് ബുള്ളറ്റ് വാറേ മോളെ കൊണ്ടുപോയി ഗോവിന്ദച്ചാമിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അവനൊരു ജീവിതം കൊടുത്ത കണക്കാകും. അവന് പെണ്ണ് കിട്ടാത്തത് കൊണ്ടാണല്ലോ സൗമ്യയെ തള്ളിയിട്ട് കൊന്നത്. അവനൊരു പെണ്ണ് കിട്ടാത്തതിന്റെ സൗഖ്യേടാണല്ലോ അവൻ തീർത്തത്. ഒന്നാമത്തെ കാര്യം കയ്യുമില്ല. അപ്പം ഒരു നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഗോവിന്ദച്ചാമിക്ക് കൊണ്ടുപോയിട്ട് മകളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. അതുപോലത്തെ ഒരു പുണ്യപ്രവൃത്തി ഈ വചനം വെച്ച് ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ഇതുപോലൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ ഇനി വേറെയില്ല. മനസ്സിലായോ? ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ടൊക്കെ നിങ്ങൾ വന്നിട്ട് ആ വചനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പ്രളയം പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, നാളെ മുതൽ കനത്ത മഴയാണ് കാലാവസ്ഥ പ്രവചനം. എന്റെ കർത്താവേ, എന്നാ പിന്നെ കേരളത്തെ മുക്കി അങ്ങ് എടുത്താൽ മതി. ഇനിയിപ്പോ കരച്ചിലായിരിക്കുമല്ലോ കടപ്പുറത്തുകാരെയൊക്കെ വിളിച്ചോണ്ട് അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള കരച്ചിലൊക്കെ ഇനി തുടങ്ങുമല്ലോ. 2018 ഇതോണ്ടാ കേരളം, ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറയാനാണെങ്കിൽ അതിന് കടപ്പുറത്തുകാർ വരണമായിരുന്നു. കേരള സ്റ്റോറിയെ കാണിച്ചു കൊടുക്കാനേ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നവന്മാരുടെ കേരള സ്റ്റോറിക്ക് കടപ്പുറത്തുകാർ വരേണ്ടി വരുന്നു.
ഇവന്മാരെ കേരള സ്റ്റോറി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്നിട്ട് അവരെ എന്തുവാ കറിവേപ്പില പോലെ അങ്ങ് വലിച്ചെറിയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില പോലെ എന്ത് ചെയ്യും, അവരെ അങ്ങ് വലിച്ചെറിയും. ഇതാണ് സമൂഹം. എന്തുകൊണ്ടാ ഈ മനുഷ്യർ ഇങ്ങനെ ഈ പുരോഹിതന്മാരുടെ പഠിപ്പിക്കൽ കാരണം ഈ പാവം പിടിച്ച മനുഷ്യർ ശുദ്ധ ഹൃദയമുള്ളവരായതുകൊണ്ടാണ് ഇവറ്റിങ്ങളെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ വേണ്ടിയിട്ടാ ഈ ഊളകള് വിളിച്ചു വരുത്തുന്നതെന്ന് പോലും അറിവും ബോധവും ആ പാവത്തുങ്ങൾക്കില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരുത്തനുമില്ല. അതുകൊണ്ട് ആ പാവത്തുങ്ങൾ തങ്ങളുടെ നിഷ്കളങ്കതയിൽ പോയി ആപത്തിൽ സഹായിക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്, ആപത്തിൽ സഹായിക്കുന്നത്. തങ്ങളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞാലും ദൈവസന്നിധിയിൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു ആപത്ത് വന്നപ്പോൾ കണ്ടോ സഹായിച്ചത് കണ്ടോ? ഇതാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. കേരള സ്റ്റോറി ആണോ 2018 എന്ന മൂവി? അതെ അതെ ദീപ സിസ്റ്റർ, അതെ അതെ ആ വെള്ളപ്പൊക്കം 2018 എന്ന മൂവിയാണ് വെള്ളപ്പൊക്കം. അതാണ് ഇവന്മാർ പൊക്കി പിടിച്ചുകൊണ്ട് ഇതോടോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പൊക്കുന്നത്. ആ കേരള സ്റ്റോറിയുടെ നായകന്മാരാരാ? കടലിൽ പണിയെടുക്കുന്നവന്മാരാ. കടലിൽ വെള്ളപ്പൊക്കത്തില് എന്തുവാ കടൽപ്പണിയിൽ എടുക്കുന്ന കടപ്പുറത്തുകാരാ. പക്ഷെ സിനിമയ്ക്കകത്ത് വന്നപ്പോഴത്തേക്കും എന്തുവാ അവരുടെ റോള് ഉണ്ട്. എന്നാൽ പോലും അതിനകത്ത് മറ്റുള്ളവർക്കാണ് കൂടുതലും നായക പ്രാധാന്യം കൊടുത്തത്. കാലിന് പോലും വേണ്ടാത്ത പെണ്ണ് തിരിച്ചെത്തി. അതെ അതെ കാലിന് പോലും വേണ്ട മക്കളെ. അതുകൊണ്ടാണ് അത് എവിടെ പോയാലും തിരിച്ചു വരുന്നത്. ഇത് കാലം നീട്ടിയിരുന്ന് ചത്തുപോകുന്ന ദിവസമേ അന്ന് എന്തൊരു ആനന്ദമായിരിക്കും നമ്മുടെ സമൂഹത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് ഒരാൾ മരിക്കുമ്പോൾ ഇത്രത്തോളം സന്തോഷിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ജനസമൂഹങ്ങളിൽ ആ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ഒരുത്തൻ ചത്തുപോട്ടെ എന്ന്, ചത്തുമലയ്ക്കട്ടെ എന്ന് പറഞ്ഞ് പണ്ട് ഹിറ്റ്ലർ മരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത് പോലെയാണ്. സോഫിയ, കാലന് വേണ്ട. പക്ഷെ കേരളത്തിലെ കുറെ ഈ ചാണകങ്ങൾക്കല്ല, കേരളത്തിലെ കുറെ കമ്മികൾക്ക്, അന്തം കമ്മികൾക്ക്, തീട്ടങ്ങൾക്കും അന്തം കമ്മികൾക്കുമാണ് നല്ല പ്രിയം. മനസ്സിലായോ? ഇവർ ചാണകം എന്ന് ഇവന്മാർ വിളിക്കുന്നത് മുഴുവനും സംഘപരിവാറിനെയാണല്ലോ. അവർക്കല്ല ഇവനെ വേണ്ടത്. തീട്ടങ്ങളില്ലേ, സുഡാപ്പി തീട്ടങ്ങൾക്കും അന്തം കമ്മികൾക്കും, അന്തം കമ്മി തീട്ടങ്ങൾക്കുമാണ് വേണ്ടത് ഇവന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ക്രിസ്ത്യാനികള് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവവചനത്തെ തെറ്റായി നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് നിങ്ങളൊരു വെഡ്ഡി സമൂഹമായിട്ട് ബിജു സുകുമാരൻ. സത്യമായ കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പേരിൽ വിഡ്ഢികൾ ഓരോ സ്ഥാനങ്ങൾ കൈയടക്കുകയും നാടിനെ വോട്ട് ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമായിരിക്കും. നശിപ്പിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി വീണ്ടും ജനം വോട്ട് ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമായിരിക്കും. എത്ര സത്യമായ കാര്യം. പ്രബുദ്ധ പൊട്ടന്മാരുടെ കേരളമാണ്. പ്രബുദ്ധ പൊട്ടന്മാരെ അവന്മാര് രാഷ്ട്രീയമാണ് നോക്കുന്നത്, അല്ലാതെ അവന്മാര് ജനങ്ങൾ നശിക്കുന്നെന്നോ. കേരളത്തിലെ അന്തം കമ്മികളും അന്തം കൊങ്ങികളും ഈ ജനത്തിന് എന്തെങ്കിലും പ്രയോജനം ഇതുകൊണ്ടുണ്ടായോ എന്ന് നോക്കത്തില്ല. പിന്നെയോ വീണ്ടും ആ പാർട്ടി ജയിച്ചാൽ മാത്രം മതി അവർക്ക്, വേറെ ഒന്നും വേണ്ട. അവർക്ക് പാർട്ടി ജയിച്ചാൽ എന്തൊക്കെയോ കിട്ടി എന്നുള്ള രീതിയിൽ അവർ ജീവിക്കുന്നത്. അത്രയ്ക്കും പൊട്ടന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിമാണ്. CPM, അതെ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മുസ്ലിം എന്നാണ് അതിന്റെ പേര്. CPI ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വരുന്നത്. CPM എന്ന് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മുസ്ലിം എന്നാണ് അതിന്റെ പേര്. സാധാരണ അവന്മാർ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. കേരള സ്റ്റോറി ലവ് ജിഹാദ് അല്ലേ? അതെ, കേരള സ്റ്റോറി ലവ് ജിഹാദാണ്. ദീപമോളെ, കേരള സ്റ്റോറി ലവ് ജിഹാദ് മൂവിയാണ്. 2018 എന്ന് പറയുന്നതാണ് വെള്ളപ്പൊക്കത്തിന് മൂവി. പക്ഷേ ഇവന്മാര് പ്രചരിപ്പിക്കുന്നത് 2018 എന്ന മൂവിക്കാണ്, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്, ആ മൂവിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്.
എല്ലാവരും എന്നോട് ചോദിക്കും, നീ എന്താ പള്ളിയിൽ പോകാത്തെ എന്ന്. ഞാൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന്. അതാർക്കും അറിയില്ല. എല്ലാവരും ആചാരത്തിൽ പുറകെ പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ആചാരത്തിന്റെ പുറകെ പോകില്ല. ആമേൻ. ഗോഡ് ബ്ലസ് യു അജിത് ഐസക്കെ. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും ഒറ്റ ചോദ്യത്തിൽ തന്നെ വീണ് കണ്ടോ? ഒറ്റ ചോദ്യത്തിൽ തന്നെ വീണ് കണ്ടോ? എല്ലാവരും ചോദിക്കുന്നു, എന്തുവാ പള്ളിയിൽ പോകാത്തുന്നത്? നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവത്തെ വിളിക്കാനാ പള്ളിയിൽ പോകുന്നതെന്ന് ഒറ്റ കാര്യം ചോദിച്ചപ്പോൾ കാരണം വീണ് കണ്ടോ? ആർക്കും ഉത്തരമില്ല. അതാണ് പറയുന്നത്. ഓക്കെ, സൈമൺ വിദ്യാഭ്യാസി, വിദ്യ പഠിപ്പിക്കാൻ സ്കൂളുണ്ട്, വിവരം പഠിപ്പിക്കാനും ഇനി സ്കൂൾ തുടങ്ങണം. അയ്യോ കർത്താവെ, വിവരം പഠിപ്പിക്കാനായിട്ട് ഇനി സ്കൂൾ തുടങ്ങിയാൽ പോലും ഈ അടിമക്കൂട്ടങ്ങൾ അതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിയുള്ളവന്മാരെ കൂടി ഇറക്കി ഓടിച്ചു കളയും. ഇപ്പൊ തന്നെ എന്റെ പേജിൽ വന്നിട്ട് കണ്ടോ, ഓരോരുത്തന്മാർ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് മുഴുവനും. ദൈവവചനം എന്തിനെഴുതി, ഏതിനെഴുതി, അതിന്റെ കോണ്ടസ്റ്റ് എന്താണ്, അവിടെ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, ഈ എഴുതിയവർ തന്നെ അതിനുള്ള പരിഹാരം എങ്ങനെയാണ് അതിന് പകരം ചെയ്തത്, പിന്നെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതാരാണ്? പത്രോസാണ്. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നിങ്ങൾ അന്യോന്യം പ്രതികാരം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതാരാണ്? പൗലോസാണ്. എന്നിട്ട് പൗലോസ് എന്ത് ചെയ്തു? പൗലോസിനോട് വന്നിട്ട് വാദിക്കാനും തർക്കിക്കാനും വന്ന ഒരുത്തന് കണ്ണുകുരുടാക്കി വിട്ടു. അവന് പകരം ചെയ്തു കൊടുത്തു. പത്രോസ് എന്ത് ചെയ്തു? ദോഷത്തിന് ദോഷവും പ്രതികാരത്തിന് പ്രതികാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകുന്നുണ്ട്, അനുഗ്രഹിപ്പിനാകുന്നു പറഞ്ഞുകൊണ്ട് അനന്യാസിനെയും സഫീറയെയും കൊന്നുകളഞ്ഞു പത്രോസ്. എന്തേ? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നു അത്? ദോഷത്തിന് ദോഷവും പകരത്തിന് പകരവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അങ്ങ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നു അത്? ചെയ്തോ പത്രോസ് രണ്ടെണ്ണത്തിന് പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ അറിയത്തില്ലേ? പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് പ്രതികാരം ചെയ്യാൻ അറിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ, അവിടത്തേക്ക് വിരോധമായി വ്യാജം ചെയ്തവന്മാരെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശിക്ഷിച്ചാട്ടെ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾ ദോഷത്തിന് ദോഷവും പ്രതികാരത്തിന് പ്രതികാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കുന്നതിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നവരാകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ച് തള്ളി മറിച്ചുകൂടായിരുന്നോ? എന്തേ അത് ചെയ്യാത്ത? എന്തേ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാത്ത പത്രോസ്? അവനെ കൊന്നുകളഞ്ഞു. കാരണം അവർ സാത്താനികമായിട്ടാണ് അത് പ്രവർത്തിച്ചത്. ദൈവാത്മാവിന് വിരോധമായി എഴുന്നേൽക്കുന്നവൻ സാത്താനികന്റെ ആത്മാവുള്ളവനാണ്. മനസ്സിലായോ? നോർമൽ. അതെ, സഹോദരന്മാരോടെല്ലാം സുഡാപ്പികളെല്ലാം സഹോദരന്മാരാക്കുകയാണ്. ഹരിനാഥുമായ മോളെ സൂമിൽ വന്നാൽ മതി. ഞാൻ സൂമിലേക്ക് ലിങ്ക് ഇടാം. അപ്പൊ സൂമിൽ വന്നാൽ മതി. സ്കൂൾ അടിമകളെ വാർത്തെടുക്കുന്നു. അയ്യോ സത്യമായിട്ടും ഷാനറ്റ്, അയ്യോ സ്കൂൾ അടിമകളെ വാർത്തെടുക്കുന്നു. സ്കൂളുകളിലൂടെ നടക്കുന്നത് വലിയ അജണ്ടയാണ്. സ്കൂൾ പഠനങ്ങൾ എന്ന് പറയുന്നത്, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് സകല തീവ്രവാദികൾക്കും നുഴഞ്ഞു കയറി അവരുടെ ജിഹാദ് നടത്താൻ പറ്റുന്ന നല്ല ഒരു മേഖലയാണ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത്ര മണിക്കൂറാണ് സ്കൂളുകളിൽ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് ഇവർ കുത്തിക്കയറ്റുന്ന വിഷം കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പ്രതികരിക്കാനുള്ള ശക്തിയോ സ്വാതന്ത്ര്യമോ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുന്ന ഒരുപാട് സാഹചര്യമാണ് സ്കൂൾ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നതും കോളേജ് തലങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്.
ദീപാലിജു, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവർ എത്ര വെട്ടിയാലും എനിക്ക് കലിതില്ല. എന്റെ ദൈവമേ, എനിക്ക് ഇവന്മാരെ കണ്ണെടുത്ത ഇവന്മാരെന്നല്ല, ക്രിസ്ത്യാനി വർഗത്തിൽപ്പെട്ടവന്മാരും ഊളകൾ വരും. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവൻ, ദൈവത്തോട് അല്പം പോലും സ്നേഹമില്ലാത്തവൻ, ഈ ദൈവത്തോട് സ്നേഹമില്ലാത്ത ഒരു വർഗത്തോടും എനിക്ക് പ്രത്യേക കൂറില്ല. ഞാൻ ഉള്ളത് തുറന്നു പറയാലോ. നിങ്ങൾ സ്നേഹിക്കുകയോ, നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിരിക്കുകയോ, നിങ്ങൾ അവരോട് സഖ്യത കാണിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ദൈവത്തോട് കൂറില്ലാത്ത ഒരുത്തനും, അത് അമ്മയാണെങ്കിലും ശരി, സഹോദരിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ദൈവത്തോട് കൂറില്ലയോ, ദൈവത്തോട് സ്നേഹമില്ലയോ, പിന്നെ ഈ ദൈവത്തോട് സ്നേഹമില്ലാത്തതും ദൈവത്തോട് കൂറില്ലാത്തതുമായി ഈ വർഗങ്ങളോട് നമ്മൾ കൂറ് കാണിച്ചിട്ടും സ്നേഹം കാണിച്ചിട്ടും ആരെ പ്രീതിപ്പെടുത്താനാ? ദൈവത്തിന് പോലും ഈ വർഗത്തോട് പ്രീതി കാണില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റങ്ങൾക്കൊന്നും അല്പം പോലും മനസാക്ഷിയില്ല. ദൈവത്തെ വെറും കേവല ചരക്കായിട്ട് കണ്ടുവച്ചിരിക്കുക. കേവലം ചരക്ക്, അവന്റെയൊക്കെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേവലം ചരക്കാണ് ദൈവം. അവന്മാർക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ദൈവത്തെ കേവലം ചരക്കോടുകൂടി എനിക്ക് എന്തുകൊണ്ട് യഹൂദന്മാരോട് ഇത്ര സ്നേഹം? കാരണം അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ചെരിവുള്ളവരാ. ദൈവത്തെ സംബന്ധിച്ച് അവർ നമ്മളെ സ്നേഹിക്കുന്നോ ഇല്ലയോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. അവരെ ഞാൻ സ്നേഹിക്കാൻ ഒറ്റ കാരണം എന്ന് പറയുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തോട് അവർക്കുള്ള എരിവാണ് അവരെ ഞാൻ സ്നേഹിക്കാൻ കാരണം. പക്ഷേ ഈ ക്രിസ്ത്യാനി വർഗം ഇനി എന്നെ സ്നേഹിച്ച് മലന്നടിച്ച് ഇങ്ങോട്ട് വന്നാലും ദൈവത്തോട് സ്നേഹമില്ലാത്ത, ദൈവത്തോട് എരിവില്ലാത്ത ഒരു കൂതറകളെയും എനിക്കിഷ്ടമല്ല, അതേത് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും. കാരണം എനിക്ക് എൻ്റെ കർത്താവിനോടാണ് എൻ്റെ പ്രതിബദ്ധത. എൻ്റെ കർത്താവിന് വേണ്ടാത്തതിനെയൊക്കെ പിന്നെ ഞാൻ എന്തിനാ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതിൻ്റെ ആവശ്യം എനിക്ക് എന്തിരിക്കുന്നു? യഹോവയുടെ പക്ഷത്ത് ആരെന്ന് പറഞ്ഞ് കർത്താവ് ചോദിച്ചു. ആ സമയത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം യഹോവയുടെ പക്ഷത്ത് നിന്നു. കർത്താവ് പറഞ്ഞു, അനിയനെന്നും വലുതെന്നും ചെറുതെന്നും സഹോദരനും അപ്പനെന്നും നോക്കേണ്ട കാര്യമില്ല, വെച്ചങ്ങ് തീർത്തേക്കെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനുണ്ടോ? അത് മതി. മനസ്സിലായോ? എനിക്ക് അവരോട് തന്നെയാ കൂറ് അന്നും ഇന്നും. ഇനി ആ കാര്യത്തിനകത്ത് നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞ് എന്നോട് വന്നാലും എന്റെ പോയിന്റ് അവിടെ തന്നെയാണ്. കാരണം നമ്മൾ പോകുന്നത് അന്ത്യകാലഘട്ടത്തിലേക്കാണ്. ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് ദൈവജനത്തോട് കാണിക്കേണ്ട കൂറും ദൈവമക്കളോട് കാണിക്കേണ്ട സ്നേഹവും അതിനെ ത്തിന്റെ പവിത്രതയോടുകൂടി കാണിക്കണം. അതിനെപ്പറ്റി എല്ലാവന്മാർക്കും വാരി വലിച്ചു കൊടുത്തിട്ട് ആ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യവും പവിത്രതയും എന്ത് ചെയ്യരുത്? കൂച്ചമാക്കി കളയരുത്. നിങ്ങൾ അതിന് എന്താ മലയാളത്തിൽ പറയുന്നവര്? കൂച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ അതിന്റെ വേർഡ് നാണക്കെടുത്തി കളയരുത്. നിങ്ങൾ ആ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യവും പവിത്രതയും നാണക്കെടുത്തി കളയരുത്. നിങ്ങൾ മനസ്സിലായോ? ദീപാലിജു, തുച്ഛീകരിക്കുകയാണോ? തുച്ഛീകരിക്കുകയല്ല, കൂച്ചപ്പെടുത്തുക, ലജ്ജിക്കുന്ന രീതിയിൽ, നാണക്കെടുത്തുന്ന രീതിയിൽ. മനസ്സിലായോ? ആ സ്നേഹത്തിന്റെ ആ ഒരു തുച്ഛീകരിക്കരുതല്ലപ്പാ, തുച്ഛീകരിക്കരുതല്ല. അച്ചം, മടം, നാണം, കൂച്ചം എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥമാണ് വരുന്നത്. നാണമായിട്ട് ബന്ധം വരും അതിന്. നാണക്കെടുത്തി കളയരുത്. മനസ്സിലായോ? അതുകൊണ്ട് ദൈവജനത്തോട് കൂറുള്ളവരായിരിക്കുവിൻ, യഹോവയുടെ പക്ഷത്തുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തിൽ അങ്ങനെ നിന്നാലേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാവരെയും പോയി ഒരേ കാറ്റഗറിയിൽ കണ്ടു നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് വലിയ അപകടത്തിലാണ് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തോട് എനിക്ക് എന്തുകൊണ്ട് ഈ സംഘപരിവാറിനോട് ഇഷ്ടം? അവരൊന്നുമില്ലെങ്കിലും ഇസ്രായേൽ മക്കളോട് അവർക്ക് സ്നേഹം കൂടുതലാ. അതുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്, അവരിഷ്ടപ്പെടുന്നത്. ലജ്ജിപ്പിക്കുക. അതെ അതെ, റീജ സജീവ, ലജ്ജിപ്പിക്കരുത്. മനസ്സിലായോ? അതായത് ദാർവേഷ് ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി കേട്ടാ. അപ്പോൾ ഈ സംഘികളോട് എനിക്കെന്തിനാ ഇഷ്ടമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ എന്തിനാ ഈ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നതും സംഘപരിവാറിനോട് ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ സഹോദരങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ആപത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിനകത്ത് അർത്ഥമുണ്ട്, കാരണമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ?
എൻ്റെ സഹോദരങ്ങൾക്കൊരു ആപത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങൾക്കൊരു പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞാൽ, സൈബർപരമായിട്ട് അവർ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോഴും ഒക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് കൂട്ടായി നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ വിളിച്ച് അപമാനിക്കുന്ന സംഖ്യകളെന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇവരോട് എനിക്ക് സ്നേഹം ഉണ്ടാകുന്നത് എൻ്റെ സഹോദരന്മാരോടുള്ള അവരുടെ സ്നേഹമാണ് എനിക്ക് അവരോട് സ്നേഹം ഉണ്ടാകാൻ കാരണം. മനസ്സിലായോ? പക്ഷേ എൻ്റെ സഹോദരങ്ങളായിരിക്കുന്ന, ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന, ദൈവത്തോട് കൂറുള്ള ഇസ്രായേൽ ജനത്തോട് യാതൊരു പറ്റുമില്ലാതെ, യാതൊരു കൂറുമില്ലാതെ ദൈവവചനം പൊക്കിപ്പിടിച്ചോട് ഇനി ഏതവനെല്ലാം ജീവിച്ചാലും അവനോടൊക്കെ എനിക്ക് വെറുപ്പ് തന്നെയാണ്. ഞാൻ അവനെ ശത്രുസ്ഥാനത്തേ കാണത്തുള്ളൂ. ആ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് നിങ്ങളുടെ വചനത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാ. നിങ്ങളുടെ സഹോദരനെ ശത്രുവായി കണ്ട് സ്നേഹിക്കരുത്, അവനെ പകയ്ക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് ശത്രുവായി വരുമ്പോഴത്തേക്കും അവനോട് ക്ഷമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ സാത്താൻ കുഞ്ഞുങ്ങളോടൊന്നും ക്ഷമിച്ചും സഹിച്ചും പുറത്തും പോകാനൊന്നും ദൈവവചനം പറഞ്ഞിട്ടില്ല. ഈ സാത്താൻ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്നത് ഏറ്റവും വലിയ നരകശിക്ഷയും അതുപോലെ പ്രതികാരവും ഇനി കർത്താവ് ചെയ്യാൻ പോകുന്നത്. സാത്താൻ കുഞ്ഞുങ്ങളോട് പ്രതികാരമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത് ഇനി. അല്ലാതെ സാത്താൻ കുഞ്ഞുങ്ങളെ തൂക്കി കർത്താവ് തോളത്തൊന്നും ഇനി വെക്കാൻ പോകുന്നില്ല. ഇനിയെന്നല്ല, പണ്ടും വെച്ചിട്ടില്ല, ഇനി വെക്കത്തുമില്ല. സാത്താൻ കുഞ്ഞുങ്ങൾ എന്നും സാത്താൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് സംബന്ധിച്ചിടത്തോളം. അല്ലാതെ സാത്താൻ കുഞ്ഞുങ്ങൾക്കൊന്നും ദൈവം പ്രത്യേകിച്ചൊന്നും കയറി എന്ത് ചെയ്യാൻ പോകില്ല. ഒരു സ്നേഹവും വാരി കൊടുക്കാൻ പോകുന്നില്ല. വില്യം ബ്രദർ, അതേ മോദിയുടെ ക്വാളിറ്റിയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കുറ്റക്കാരണം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോകം മുഴുവനും എൻ്റെ സഹോദരന്മാർക്ക് എതിർത്ത് നിൽക്കുമ്പോഴും ഇസ്രായേലിനെ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ യാക്കോവിൻ്റെ മരുമകളുടെ പേര് റീന എന്നാണ്. എൻ്റെ പേര് തന്നെയാണ് മരുമകൾക്കും ഉള്ളത്. അപ്പോൾ യാക്കോവിൻ്റെ മരുമകൾ റീനയുടെ സഹോദരൻ മിഖായേൽ എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം IDF യുദ്ധത്തിൽ ഉള്ള സഹോദരനാണ് അയാൾ. നമ്മുടെ IDF സോൾജറാണ്. അപ്പോൾ ഗാസയിൽ നടന്ന ആക്രമണത്തിനകത്ത് ഒരു ഡ്രോൺ മിസൈൽ വന്ന് അവർ നിന്ന സ്ഥലത്താണ് പതിച്ചത്. അങ്ങനെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷേ തലച്ചോറിനൊക്കെ ക്ഷതമേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. മിഖായേൽ എന്നാണ് പേര്. ഓക്കെ, അതായത് യാക്കോവിൻ്റെ മരുമകളുടെ സഹോദരൻ. യാക്കോവിൻ്റെ മരുമകളുടെ പേരും റീന എന്ന് തന്നെയാണ്. മരുമകളുടെ സഹോദരനാണ് ഈ ഗുരുതരം. നമ്മുടെ അതായത് ഒരിക്കലും നമ്മളതിനെ വേറൊരു വ്യക്തിയായിട്ട് കാണരുത്. നമ്മുടെ സഹോദരനായിട്ട് തന്നെ കാണണം നിങ്ങൾ. കാരണം അതൊരു IDF സോൾജിയറാണ്. മനസ്സിലായോ? നമ്മുടെ ജനത്തിനു വേണ്ടിയിട്ട് തങ്ങളുടെ ജീവൻ കൊടുത്ത് പോരാട്ടം കഴിക്കുന്ന, എനിക്കതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, എത്ര സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. അവരൊക്കെ രാജ്യത്തിനു വേണ്ടിയിട്ട്. ദൈവവചനം പറയുന്നു, കഷ്ടം സഹിക്കുക, ക്രിസ്തുവേശുവിനോടുകൂടെ കഷ്ടം സഹിക്കേണ്ടതിന്, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. ഏതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ലിസി ജോൺസൺ, എന്താടി ഊളെ, ചെകുത്താനുണ്ടായവളെ, നിനക്ക് എന്തിന്റെ സൗഖ്യടാ? നീ സാത്താൻ കുഞ്ഞായിട്ട് ഇവിടെ വന്നിട്ട് നീ കമന്റ് ഇട്ട് മറിയണ്ട. മനസ്സിലായോ? ഉസ്താദിന് കൊതം കൊടുത്ത് ജീവിക്കുന്ന നീ ഇവിടെ വന്നിട്ട് സാത്താനെ കുറിച്ച് പറയണ്ട. പറഞ്ഞ മനസ്സിലായോടി ഊളയ്ക്കുണ്ടായവളെ, ലിസി ജോൺസൺ? നിന്റെ കെട്ടിയോനെന്ന് പറയുന്ന ആ ശിഖണ്ഡിക്കുണ്ടായവൻ ശിഖണ്ഡിയായിരിക്കുന്നത് കൊണ്ടാണ് നീ ഉസ്താദുമാർക്ക് കൊതം കൊടുത്ത് ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാത്താനുണ്ടായ സന്തതി നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണ്ട. മനസ്സിലായോ? നിന്റെ സൗക്കേട് അവിടെ പോയി തീർത്താൽ മതി. സുഡാപ്പികളോടോ അല്ലെങ്കിൽ നിന്റെ പാച്ചറിന്റെ അടുത്തോ നിന്റെ പുരോഹിതന്റെ കാലിന്റെ ഇടയിലോ നീ തീർത്താൽ മതി. നിന്റെ സൗക്കേട് തീർക്കണമെങ്കിൽ അത് എൻ്റെ പേജിൽ വന്നിട്ടല്ല തീർക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോടി ലിസി ജോൺസൺ? നിന്റെ ഊളത്തരം നിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാ മതി. മാത്യു ചാക്കോ ബ്രദർ, തോദാ റബ്ബ, തോദാ തോദാ തോദാ.
അവൾ റിയൽ സാത്താനാണ് പോലും. ലിസി ജോൺസൺ, നീ റിയൽ സാത്താനോ നീ ഫേക്ക് സാത്താനോ നീ ഏത് സാത്താനോ ആയിക്കോ, അത് ഇവിടെ വന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? ചെറ്റയ്ക്കുണ്ടായവള് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായവളാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. ഇത് ഏതോ കള്ളവെടിക്കുണ്ടായ സാധനമാണ്. നീ കള്ളവെടിക്കുണ്ടായതിന്റെ സോക്കേട് തീർക്കേണ്ടത് എന്റെ അടുത്ത് വന്നില്ല, നിന്റെ അമ്മയടുത്ത് പോയി തീർക്കണം. എന്നെ കള്ളവെടിക്കുന്നതിനാ തള്ള ഉണ്ടാക്കിയിട്ടത്, അതുകൊണ്ടല്ലേ ഞാൻ സാത്താനായത്. സാത്താൻ കുഞ്ഞുങ്ങളുടെ കൂടെ പോയി കള്ളവെടിക്കെന്നെ ഉണ്ടാക്കിയിട്ടതിന്റെ സോക്കേട് എന്നെ തീർക്കേണ്ടത് ഇവിടെ അല്ലല്ലോ വന്നിട്ട്. മനസ്സിലായോ? കള്ളവെടിക്കുണ്ടായതിന്റെ സോക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ പേജിൽ വന്നിരിക്കുന്ന ലിസി ജോൺസനെ സമ്മതിച്ചു കൊടുക്കണം. നാണം കെട്ടവള്. ഇതുപോലത്തെ ഒരുത്തിയ ജീവിതത്തില് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം പിന്നെ അവക്ക് പിടിച്ചില്ല. അവള് സാത്താൻ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവക്ക് പിടിച്ചില്ല. സുഡാപ്പികളുടെ കൊതം എടുത്തോണ്ടിരിക്കുന്നവളല്ലേ, കൊതം കൊടുത്തോണ്ടിരിക്കുന്നവളല്ലേ ലിസി ജോൺസൺ. സുഡാപ്പികൾക്ക് കൊതം കൊടുത്ത് ജീവിക്കുന്നവൾക്ക് സാത്താൻ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവക്ക് പിടിച്ചില്ല. കണ്ടോ എത്ര സ്നേഹം മൂത്ത് വരുന്നതുണ്ടോ സാത്താന്. സാത്താൻ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമ്പം അവക്ക് എത്ര സ്നേഹവും നോക്കിക്കൊണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പിന്നെ കുരുട്ടി ജാതിയുടെ സോക്കേട് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഇവളുമാർക്ക് ചോർച്ചിലും കടിയുക. കാരണം IDF അടുത്തൊന്നും ഇസ്രായേൽ മക്കളുടെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ ഇവളുമാരുടെ കൊതം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ മിസൈല് കയറ്റി ചിലപ്പോൾ എന്ത് ചെയ്യും, ഇസ്രായേൽ അങ്ങ് വിടും. അപ്പൊ ഇവളുമാരുടെ കൊതം കൊടുക്കാൻ പറ്റിയ സ്ഥലം ഉസ്താദുമാരാണ്. അതുകൊണ്ട് അവിടേക്ക് കൊതം കൊണ്ട് കൊടുത്ത് ജീവിക്കുന്നവളുമാർക്ക് ഇസ്രായേലിന് ഇവളുമാരുടെ കൊതം വാങ്ങിക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണ് IDF ഇസ്രായേലിനോടും ഒക്കെ. ആ വിഷമമാണ് ഇവളുമാർ തീർക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഇവളുമാരുടെ കൊതം വെടിച്ചുകൊണ്ട് പോകുന്ന ഇവരോട് ഭയങ്കര സ്നേഹമാണ് സുഡാപ്പികളോട്. ആ സ്നേഹമാണ് എന്നോട് ഒലിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതെല്ലാം നിന്റെയൊക്കെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. സുഡാപ്പികളോടുള്ള നിന്റെയൊക്കെ പ്രീണനവും സ്നേഹവും അതുമൊക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഒരു മിനിറ്റ്. അലൻ സാംസൺ തോദ റബ തോദ തോദ തോദ. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക. ദൈവവചനം പ്രകാരം നിങ്ങൾ ആരും ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. നിങ്ങളെ തെറ്റായ രീതിയിൽ പഠനം നടത്തി തന്ന് നിങ്ങൾ ഇത്രയും കാലവുമാരി ചതിച്ചു വെച്ചിരിക്കുകയാണ്. സാത്താനെ സാത്താനായി കാണുകയും ശത്രുവിനെ ശത്രുവായി തന്നെ കാണുകയും ചെയ്യണം. ദൈവമക്കളായിരിക്കുന്നവരെ ദൈവമക്കളായി കാണുകയും ചെയ്യണം. ഈ ശത്രുവിനെ പോയി നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഒരു ആപത്താണെങ്കിൽ അവനെ സഹായിക്കുന്നതിൽ തെറ്റുപോലും. ഇപ്പം എന്തുവാ ശത്രു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അയൽവക്കത്തുകാരനിരിക്കുന്നവൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നവനാ. പക്ഷെ പെട്ടെന്ന് അവനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. അവന് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായോ? പക്ഷേ അവൻ സാത്താന് വേണ്ടി പണിയെടുക്കുന്നവനാണെങ്കിൽ പ്രത്യേകിച്ച് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. പിടികിട്ടി ഞാൻ പറഞ്ഞതിന്റെ പൊരുള്? അവന് ദൈവത്തെ ഒന്നും അറിയത്തില്ല, പക്ഷെ അവൻ നിങ്ങളോട് ചൊറിയുന്നവനായിരിക്കും ഒരുത്തൻ.
അവൻ ദൈവഭാഗവുമായിട്ട് ബന്ധവുമില്ല, ദൈവത്തിന്റെ വിഷയവുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ മനുഷ്യ സഹജമായി നിങ്ങളോട് ചൊറിയുന്ന ഒരു അയൽവാസി നിങ്ങൾക്ക് കൊണ്ടെന്നിരിക്കട്ടെ, അവനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു നിങ്ങൾ അറിഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും പെട്ടെന്ന് അവനെ കാറിലെടുക്കുക, കൊണ്ടുപോകുക, അവനെ ആശുപത്രിയിൽ കൊണ്ടുവിടുക, അത്രയേ ഉള്ളൂ. അല്ല അവൻ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ചൊറിയുകയും നിങ്ങളെ അപമാനിക്കുകയും അവന്റെ സാത്താന് വേണ്ടി പണിയെടുക്കുന്നവനുമാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കണ്ട ആ വർഗത്തെ, അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ഈ IDF ഈ പലസ്തീനിന്റെ ഈ ഹമാസ് കുഞ്ഞുങ്ങളെല്ലാം ചത്തു വീഴുമ്പോഴത്തേക്കും എനിക്ക് യാതൊരു വിധ സങ്കടവും വരാറില്ല. ഉള്ളത് തുറന്നു പറയാമല്ലോ ഞാൻ. എല്ലായിടത്തെയും കൂടി ബോംബിട്ട് തീർത്തെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവളാണ് ഞാൻ യാതൊരുവിധ സങ്കടവും പറയാം. ലൈവിൽ വന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു ലജ്ജയുമില്ല. അണലിക്കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് അണലിക്കുഞ്ഞുങ്ങൾ വളർന്ന അണലിയായിരുന്നു കടിച്ച് മനുഷ്യരെ തിന്നുന്നതിനേക്കാളും നല്ലത് നേരത്തെ കൂടി ചത്തൊടുങ്ങി പോകുന്നതാ ഈ വർഗ്ഗങ്ങൾ നല്ലത്. അതുകൊണ്ട് അതിനോടൊന്നും കരുണ കാണിക്കണമെന്നോ ഒന്നും എനിക്ക് തോന്നാറില്ല. എന്നാൽ പോലും ഈ IDF അങ്ങനെയല്ല. IDF ഈ വിവരം കെട്ട വർഗത്തിനെല്ലാം IDF എടുത്തുകൊണ്ട് വന്നിട്ട് ചികിത്സിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കയറും. പിന്നെയും വിചാരിക്കും പോട്ടെ, അവരുടെ മനസ്സ് അത്രയ്ക്കും നല്ല മനസ്സാണല്ലോ എന്ന് ചിന്തിക്കും ഞാൻ. ഈ കൂതറ വർഗ്ഗങ്ങള് ഈ തിരിഞ്ഞു നിന്ന് കാലുവാരത്തെയും എത്ര തന്നെ നിങ്ങൾ ഇവന്മാർക്ക് ഒരു ആപത്ത് വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പൊതിഞ്ഞു കെട്ടി മരുന്ന് കെട്ടി എല്ലാം വെച്ചു കൊടുത്ത് അവരെ ചികിത്സിച്ച് സൗഖ്യമാക്കി വിട്ടാലും ഇത് നേരെ തിരിഞ്ഞ് വർഗത്തോടു കൂടി ചേർന്ന് പോയി നിന്നിട്ട് ഘോരം ഘോരം വിളിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതാണ് ഇതിന്റെയൊക്കെ സോക്കേട്. മനസ്സിലായോ? ഇതിന്റെയൊക്കെ രീതികൾ അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് തിരിഞ്ഞു കുത്തി പോയി നിന്ന് ഘോരം ഘോരം നമുക്കെതിരെ തന്നെ വിളിക്കും. നമ്മൾ എത്ര തന്നെ ഇതിനെയൊക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് സ്നേഹം കൊടുത്ത് വെച്ചാലും. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രത്യേകത. പാമ്പിനൊരിക്കലും പാല് കൊടുത്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. പാമ്പിന്റെ ബുദ്ധി എപ്പോഴും എടുക്കും. അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിനെ വീട്ടിലിട്ട് വാവക്കുഞ്ഞെ എന്ന് വളർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കാലം വളർത്താം നിങ്ങൾക്ക്. പക്ഷേ അതിന്റെ കയ്യിലിരിപ്പ് എപ്പോൾ വേണമെങ്കിലും അത് കയ്യിലെടുക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിട്ടിരിക്കുക. ലിസി ജോൺസൺ ചിന്തിക്കുമായിരിക്കും പുല്ല് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അവൾ അടി മേടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടു വന്നിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് ഇതുപോലെ ഗതികെട്ടവള് വേറെ ഉണ്ടോ ഈ സമൂഹത്തില്? അവളിപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും പുല്ല് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഗതികെട്ടവളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അടി മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് കമന്റ് ഇട്ട് അടി മേടിച്ചോണ്ട് പോകുന്നു. പേജ് ആരുടെയാണ്, ഏതിന്റെ പേജാണെന്ന് പോലും അറിയാതെ വന്ന് എത്ര അവളെ അലത്തിയിട്ടിരിക്കുന്നു നോക്കിയേ നിങ്ങള്. ഒരു കമന്റ് അവളിട്ടോളൂ. അയ്യോ എനിക്ക് വയ്യ. ഇങ്ങനെ കൂട്ടടി വാങ്ങിച്ച് ഈ കുനിച്ചു നിർത്തി ചൂലിനടി കൊടുക്കുന്ന കണക്കാണ് ഈ അടി കൊണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അവള് കുനിച്ചു നിർത്തി എല്ലാവരും കൂടി ചൂലിന് അവളെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, തീട്ടം മുക്കിയ ചൂല് കൊണ്ട് അടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ. സുനിൽ ബ്രദറെ, അതെ ലിസി ചിലപ്പോൾ വിഷം കഴിച്ച് കാണും. അവളിപ്പൊ തന്നെ ചത്ത് കാണും പുല്ല് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അട്ടിക്കൊള്ളാൻ വേണ്ടി ചുമ്മാ ഇരുന്നിട്ട് ചൊറിയാൻ വേണ്ടി വരും. ഇത് ചൊറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പിങ്കി അതെ അവൾ സിംഹക്കൂട്ടിൽ കയറി നിരങ്ങാൻ നോക്കിയതാ. എലിവാണത്തിന് സിംഹക്കൂട്ടിനകത്ത് എന്തുവാ കാര്യം ഇരിക്കുന്നേ? എന്നാലോചിച്ച് നോക്കിയേ. പ്രവീൺ ബ്രദറെ, അത് തന്നെ അതെ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക, ഷോയിങ് ഹ്യൂമാനിറ്റി ടു റെഫ്യൂജീസ്. അത് തന്നെ മനുഷ്യത്വം കാണിക്കാൻ പോയിട്ട് അടികൊണ്ട് ചാകുന്നത് മുഴുവൻ. ഒരിക്കലും ഇവരോട് മനുഷ്യത്വം കാണിക്കാൻ പറ്റില്ല. എത്ര മനുഷ്യത്വം കാണിച്ചാലും തിരിഞ്ഞു നിന്ന് കുത്തുന്ന ജാതി അവർക്ക്. ആ കൂട്ടത്തോട് എനവേ ചേർന്ന് പോകത്തുള്ളൂ. സാത്താൻ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ജോർജ് KP, ഇസ്രായേലിനോടും യുക്രൈനോടും എനിക്ക് ഒത്തിരി സ്നേഹബന്ധമാണ്. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ആപത്ത് പറ്റുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമാണ്. എനിക്ക് ഇസ്രായേലിനോട് മാത്രമേ സ്നേഹമുള്ളൂ. എനിക്ക് യുക്രൈനോട് ഒട്ടും സ്നേഹമില്ല.
കാരണം ഉക്രൈന്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന യഹൂദനാണെങ്കിൽ പോലും അവരൊരു ഗേ ആണ്. മനസ്സിലായോ? യഹൂദന്റെ പേര് പറഞ്ഞു നടക്കുന്ന ഒരു ഇലുമിനാറ്റിയാണ് അതിന്റെ നേതാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളും, ഉക്രൈനിലെ ജനങ്ങളെന്ന് പറയുന്നത് എല്ലാം ലെസ്ബിയൻസും ഗെയ്സും ആയിട്ടുള്ള വർഗ്ഗങ്ങളൊക്കെയാണ്. അത് യൂറോപ്യൻ സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു കൂതറ വർഗ്ഗങ്ങളൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതലും അഴിഞ്ഞാട്ടം നടക്കുന്ന സ്ഥലമാണ് ഈ യുക്രൈൻ എന്ന് പറയുന്നത്. എല്ലാവിധ തോന്നിവാസങ്ങളുമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. Okay. Toda. നമുക്ക് ലൈവ് സൂമിന് പോയാലോ? സാത്താൻ വെട്ടേറ്റ് താഴെ വീണു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ലിസി ജോൺസൺ എന്ന് പറയുന്ന സാത്താൻ കൊള്ളുന്ന വെട്ടുണ്ടല്ലോ, സാധാരണ ഒരു വെട്ടുകൊണ്ട് ക്ലീറ്റസ് ജെ ഷലോം മോനെ, സൂമിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ തന്ന ലിങ്ക് ഓൺ ചെയ്താൽ മതി. അപ്പൊ ജോയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അനു ജോർജ്, സൂമിൽ എങ്ങനെ കയറണം? ഞാൻ സൂം ആപ്പ് ഉണ്ടോ? ദീപാവലി സിസ്റ്ററെ കൊതിപ്പിക്കാതെ. AK സദീഖ്, പലസ്തീൻ ജനങ്ങളുടെ കൂടെ എന്ന്. ഓ, ഇരുന്നോ? അതിനിപ്പോ ആരാ പറഞ്ഞ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്? അത് പലസ്തീൻ ജനതകളല്ല, അത് സണലി കുഞ്ഞുങ്ങള്. മനസ്സിലായോ? പോയോ AK സദീഖ്? എന്താടാ കമന്റ് മുക്കിക്കൊണ്ട് ഓടിയേ? ഓ, ഇനിയിപ്പം തിരുത്തൽ വല്ലം വരുത്തി എഡിറ്റ് ചെയ്ത് എഴുതാനായിരിക്കും പോയത്. അന്ന് എടുത്തൊക്കെ ചെയ്ത് എഴുതിട്ടോ. അണലി കുഞ്ഞുങ്ങളെ പറയണേ, പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ഒപ്പമാണത് അവന്. സൂമിൽ എങ്ങനെയാ കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂമിന്റെ ID കൊണ്ടുവന്ന് ഇപ്പൊ ഫേസ്ബുക്കിനകത്ത് കൊണ്ടുവന്നിടും. ഈ ലൈവ് കട്ടായി കഴിഞ്ഞാൽ ഞാൻ സൂമിന്റെ ID കൊണ്ടുവന്ന് ഫേസ്ബുക്കിനകത്ത് കൊണ്ടുവന്നിടും. നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ഒന്ന് റിട്ടേൺ ചെയ്ത് കയറി നോക്കുക എന്റെ. അപ്പൊ കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഫേസ്ബുക്ക് ലിങ്ക് വന്ന് സൂം ലിങ്ക് വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും അവരവരുടെ പ്ലേ സ്റ്റോറിനകത്ത് കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ സൂം ആപ്പ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിട്ട ലിങ്കിനകത്തൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ജോയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. ബിനി ബിജു, എന്തുവാ കഴിക്കുന്നതെന്നോ? കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരം ഇതാണ്. ഇതിനകത്ത് ചോക്ലേറ്റ്, ഇതിനകത്ത് ഈത്തപ്പഴം. രണ്ടും 2 ഫ്ലേവറാണ്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഈത്തപ്പഴം, ഇതിനകത്ത് ചോക്ലേറ്റ്. ജീവാലിച്ചു, അതെ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ പോയതാ.
സൂമിൽ വരുമ്പോ തരണേ. അതെ അതെ തരാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സൂമിലോട്ട് കയറാനായിട്ട് ഞാൻ ലൈവ് ക്വിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് സൂമിന്റെ ലിങ്ക് കൊണ്ടുവന്നിടാം. അപ്പൊ നിങ്ങൾ സൂമിൽ കയറിക്കോ. ഓക്കെ ഓക്കെ. ലൈറ്റ് റോത്ത്.